കേരളം ഇന്നലെ, ഇന്ന്, നാളെ, ഈ വേദങ്ങളുടെ നാട്, ഇതൊക്കെ ആരുടെ പ്രശസ്ത കൃതിയാ? നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ആവർത്തിച്ചതും നല്ലൊരു റിവിഷൻ ക്ലാസ്സും കൂടെ ആയിട്ട് കുറേ കണ്ടന്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ അംഗം തുടങ്ങാം. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഓരോരുത്തരും പഠിച്ചു എന്നൊക്കെ അറിയുന്നുണ്ട്. ഒത്തിരി സന്തോഷം. വാശിയോടുകൂടി പഠിക്കുക. നിങ്ങൾക്കൊരു റിവിഷൻ എന്നൊരു രീതിയിലാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എപ്പോഴും ഒരു റിവിഷൻ. ഇന്ന് കുറേ നല്ല കണ്ടന്റുകളാണ്. ഏറ്റവും അവസാനമൊക്കെ എഴുതിയിരിക്കുന്ന ഏറ്റവും വെരി ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ ആദ്യത്തത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ അംഗം തുടങ്ങാം. അപ്പോൾ ഓരോരുത്തരോടും പറയുക, വാശി വിടരുത്. ഇപ്പം പരീക്ഷകളുടെ ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ രക്ഷപ്പെടുക എന്നുള്ളത് മാത്രം നിങ്ങളുടെ ലക്ഷ്യമായിരിക്കുക. മറ്റുള്ള ചിന്താഗതികളിൽ നിന്നും മുന്നോട്ട് നയിച്ച് എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടുക എന്നുള്ളതാണ്. അപ്പം ഞാൻ അംഗത്തിലേക്ക് നോക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് പഴയ റിവിഷൻ കേട്ടാലോ? ഒരു 5 മിനിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ആ ടച്ച് കിട്ടുമോ നോക്കാം. എന്നിട്ട് ഞാൻ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകും. ഇന്നത്തെ എല്ലാം ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ കണ്ടതും സ്കൂൾ ടെസ്റ്റിലെ ഒരു ചോദ്യവും ബേസ് വെച്ച് കണ്ടിട്ട് അതിൻ്റെ കണ്ടന്റുകളാണ് കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോരുത്തർക്കും വിജയാശംസകൾ നേരുന്നു. ഒരു 10 മിനിറ്റ് ഒന്ന് റിവിഷൻ കേട്ടിട്ട് ഫ്രീ ആയിട്ട് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രീ കിട്ടും. നമുക്ക് ആ LGS പരമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഈ ജനഗണമനയും വന്ദേ മാതരവും ഏത് ഭാഷയിലാണ്? ജനഗണമനയും വന്ദേ മാതരവും ബംഗാളി ഭാഷയിലാണ് അല്ലേ? ബംഗാളി ഭാഷയിലല്ലേ രണ്ടും? സാരേ ജഹാം സെ അച്ഛാ ഉറുദു ഭാഷയിലാണ് അല്ലേ? സാരേ ജഹാം സെ അച്ഛാ ഏത് ഭാഷയിലാണ്? ഉറുദു ഭാഷയിൽ. ആരാ എഴുതിയത് സാരേ ജഹാം സെ അച്ഛാ? മുഹമ്മദ് ഇക്ബാൽ അല്ലേ? മുഹമ്മദ് ഇക്ബാലാണ് സാരേ ജഹാം സെ അച്ഛാ എഴുതിയത്. ജനഗണമന എഴുതിയത് ആരാ? രവീന്ദ്രനാഥ ടാഗോറാണ് ജനഗണമന എഴുതിയത്. വന്ദേ മാതരം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. നമുക്കും അറിയാം. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കും, ഈ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തതെന്ന് ചോദിച്ചാലും നിങ്ങൾക്കറിയാം, ആനന്ദമഠം എന്ന കൃതിയാണ്. ആനന്ദമഠത്തിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. ബംഗാൾ ഈ ആനന്ദമഠത്തിൽ പ്രതിപാദിക്കുന്ന ഒരു ലഹളയാണ് സന്യാസി ലഹള എന്ന് പഠിച്ചിട്ടില്ലേ? അത് ബംഗാളിലാണ് ഈ സന്യാസി ലഹള നടന്നത്. അപ്പൊ ആനന്ദമഠത്തിൽ പ്രതിപാദിക്കുന്ന ലഹള ഏതാണ്? സന്യാസി ലഹളയാണ്. അപ്പം ദേശീയ ഗീതമായ വന്ദേ മാതരം പാടിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. 65 സെക്കൻഡാണ് വന്ദേ മാതരം പാടാൻ വേണ്ടത്. ഏത് ഭാഷയിലായിരുന്നു? ബംഗാളി ഭാഷയിലായിരുന്നു അല്ലേ? ഈ ഗാന്ധിജിയുടെ ആത്മകഥ ഏത് ഭാഷയിലായിരുന്നു എഴുതിയെന്ന് ചോദിച്ചിട്ടില്ലേ? ഗാന്ധിജിയുടെ ആത്മകഥ, എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അല്ലേ? അത് ഏത് ഭാഷയിലാ? ഗുജറാത്തി ഭാഷയിലാ. അപ്പൊ ഗാന്ധിജിയുടെ ആത്മകഥ ഏത് ഭാഷയിലാണ്? ഗുജറാത്തി ഭാഷയിലാണ് ഗാന്ധിജിയുടെ ആത്മകഥ രചിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ പത്രം ഏത് ഭാഷയെന്ന് ചോദിച്ചായിരുന്നേ? ഇന്ത്യയുടെ ആദ്യത്തെ പത്രം ഏതാ? ബംഗാൾ ഗസറ്റ് അല്ലേ? ഇന്ത്യയുടെ ആദ്യത്തെ പത്രം ഏതാണ്? ബംഗാൾ ഗസറ്റ്. അത് ഏത് ഭാഷയിൽ എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് ഭാഷയിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പത്രത്തിന്റെ പിതാവ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി എന്നാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പത്രത്തിന്റെ പിതാവ് ആരാണ്? ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ഇന്ത്യയുടെ ആദ്യ പത്രം ഇറക്കിയ ആള് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ഇദ്ദേഹത്താണ് ആദ്യ പത്രം ബംഗാൾ ഗസറ്റ് എന്ന് പറയുന്നത്. അത് ഏത് ഭാഷയിലാണ്? ഇംഗ്ലീഷ് ഭാഷയിൽ. നോട്ടിൽ എത്ര ഭാഷകളുണ്ട്? നോട്ടില് 17 ഭാഷകളാണ് അല്ലെ? നോട്ടിൽ എത്ര ഭാഷകളുണ്ട്? 17 ഭാഷകളുടെ മൂല്യമാണ് നോട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗുജറാത്തി ഭാഷയിൽ, ഇന്ത്യയിലെ ആദ്യത്തെ പത്രമായ ബംഗാൾ ഗസറ്റ് ഏത് ഭാഷയിലാണ്? അത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. ഗാന്ധിജിയുടെ ആത്മകഥയെ പ്രതിപാദിക്കുന്നത് ഗുജറാത്തി ഭാഷയിൽ. ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതി ഏതാണ്? ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതി 1909 പ്രസിദ്ധീകരിച്ച ഹിന്ദു സ്വരാജ് അല്ലെ? ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതി ഏതാണ്? 1909 പ്രസിദ്ധീകരിച്ച ഹിന്ദു സ്വരാജ്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ കൃതി ചോദിച്ചിട്ടില്ലേ? ഏതാ ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ കൃതി? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ കൃതി ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ കൃതി. ശ്രീനാരായണ ഗുരുവല്ലിയുടെ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് ഏത് വർഷമാണ്? അരുവിപ്പുറം ശിവപ്രതിഷ്ഠ 1888 അല്ലെ? 1888. 2-3 ചോദ്യങ്ങളുണ്ട്. 1888 നിങ്ങൾ പഠിച്ചിട്ടില്ലേ? തിരുവിതാംകൂറിൽ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആദ്യമായി രൂപീകരിക്കുന്നത് 1888 അല്ലേ? തിരുവിതാംകൂറിൽ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വന്നത് 1888 ആണ്. പിന്നെ ഉണ്ട് നമ്മുടെ മലയാള മനോരമ പത്രം വന്ന വർഷവും 1888 അല്ലേ? മലയാള മനോരമ പത്രം 1888. തിരുവിതാംകൂറിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ചത് 1888. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ഏത് വർഷം? 1888. ഈ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ സമയത്ത് ഈ ഏത് നദിയുടെ തീരത്തു നിന്നും
നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ലേ? അരുവിപ്പുറം ശിവക്ഷേത്രം വന്നത് 1887 അരുവിപ്പുറം ശിവപ്രതിഷ്ഠയാണ് 1888 ശ്രീനാരായണ ഗുരുവിന്റെ കാലത്ത്. കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ നദി ഏതാ? തെക്കേറ്റത്തെ നദി നെയ്യാർ അല്ലെ? കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ നദി ഏതാണ്? നെയ്യാർ. വടക്കേറ്റത്തെ നദി ഏതാ? മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ. കാസർഗോഡ് ജില്ലയിലല്ലേ ഇവിടെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയും കാസർഗോഡ് അല്ലേ? അന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാലും കാസർഗോഡ്. ഏറ്റവും ചെറിയ നദിയും കാസർഗോഡ് മഞ്ചേശ്വരം പുഴയല്ലേ? ആണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ. എവിടെ നിന്നാ പതിക്കുന്നത്? മഞ്ചേശ്വരം പുഴ പതിക്കുന്നത് ബാലപ്പൂണി കുന്നുകളിൽ നിന്നും ഉത്ഭവിച്ചിട്ട് ഉപ്പളക്കായലിൽ പതിക്കുന്നു. ബാലപ്പൂണി കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് എവിടെ പതിക്കുന്നത്? ഉപ്പളക്കായലിൽ പതിക്കുന്നു അല്ലെ? കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും ചെറിയ നദി. മഞ്ചേശ്വരം പുഴയുടെ നീളം എത്ര? 16 കിലോമീറ്റർ ആണ്. മഞ്ചേശ്വരം പുഴ ഒരു നദിയാകാൻ എത്ര കിലോമീറ്റർ വേണമെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. ഒരു നദി എന്ന് പറയാൻ 15 കിലോമീറ്ററും അതിൽ മേളിൽ വേണം അല്ലെ? പക്ഷെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായ മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയാണ്? 16 കിലോമീറ്റർ ആണ്. എവിടെ നിന്നാ ഉത്ഭവിക്കുന്നത്? ബാലപ്പൂണി കുന്നുകളിൽ നിന്നും ഉത്ഭവിച്ച് എവിടെ പതിക്കുന്നു? ഉപ്പളക്കായലിൽ പതിക്കുന്നു. ഉപ്പളക്കായലിന് ഒരു ചോദ്യമുണ്ട്. കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ കായൽ ഏതെന്ന് ചോദിച്ചിട്ടില്ലേ? കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ കായൽ ഉപ്പളക്കായലാണ്. തെക്കേറ്റത്തെ കായൽ ഏതാണെന്നറിയാമോ? കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ കായൽ വേളിക്കായലാണ്. കേരളത്തിലെ വടക്കേറ്റത്തെ കായൽ ഉപ്പളക്കായലും കേരളത്തിന്റെ തെക്കേറ്റത്തെ കായൽ ഏതാണ്? വേളിക്കായലുമാണ് നമ്മൾ പറയേണ്ടത്. ഈ കാസർഗോഡ് ജില്ലയിലാണല്ലോ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നതെന്ന് നമ്മൾ പഠിച്ചല്ലോ. മറ്റൊരു പ്രത്യേകതയുണ്ട് കാസർഗോഡ് ജില്ലയ്ക്ക്. എന്താണെന്നറിയാമോ? കാസർഗോഡ് ജില്ലയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന നല്ലൊരു ചോദ്യം ഈ കേന്ദ്ര യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ ഒരിടത്ത് കേന്ദ്ര യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നുണ്ട്. എവിടാന്ന് ചോദിച്ചാൽ കാസർഗോഡ് ജില്ലയിലാണ് കേന്ദ്ര യൂണിവേഴ്സിറ്റി. പിന്നെയുമുണ്ട് കാസർഗോഡ്. തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചിട്ടില്ലേ? തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് കുടിലു. കണ്ടോ? കാസർഗോഡ് കുടിലു ആണ് തോട്ടവിള ഗവേഷണ കേന്ദ്രം. അതുപോലെ കാസർഗോഡ് 2 സമരം നടന്നിട്ടുണ്ട്. 1941 കയ്യൂർ സമരം, 1946 തോൽവിറക് സമരവും നടന്നത് എവിടെയാണ്? കാസർഗോഡാണ്. അപ്പൊ കാസർഗോഡ് ജില്ലയിൽ നടന്ന 2 സമരങ്ങൾ ഏതൊക്കെയാണ്? 41 കയ്യൂർ സമരവും 46 തോൽവിറക് സമരം. കയ്യൂർ സമരം നടന്നത് എവിടാ? കാസർഗോഡ് ഹോസ്ദുർഗ് അല്ലെ? കയ്യൂർ സമരം നടന്നത് എവിടാണ്? കാസർഗോഡ് ഹോസ്ദുർഗ്. തോൽവിറക് സമരം നടന്നത് എവിടാ? അത് കാസർഗോഡ് ചീമേനിയിലാണ്. ചീമേനി കേട്ടിട്ടുണ്ടോ? കേരളത്തിലെ പ്രകൃതിവാതക നിലയമുള്ള സ്ഥലം ഏത് എന്ന് ചോദിച്ചിട്ടില്ലേ? അത് ചീമേനിയിലാണ്. അപ്പൊ കാസർഗോഡ് തോൽവിറക് സമരം നടന്നത് എവിടാണ്? കാസർഗോഡ് ചീമേനിയിലാണ്. തോൽവിറക് സമര നായികയാണ് കാർത്യായനി അമ്മ. പരീക്ഷയ്ക്ക് ചോദിക്കാം നിങ്ങൾക്ക് കേട്ടോ. തോൽവിറക് സമര നായിക ഏതാണ്? കാർത്യായനി അമ്മ. അപ്പോൾ 41 കയ്യൂർ സമരവും 46 തോൽവിറക് സമരവും നടന്നത് ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ് അല്ലെ? ഈ കയ്യൂർ സമരത്തിന് വേറൊരു നല്ലൊരു ചോദ്യം ഉണ്ടല്ലോ. എന്താണ്? കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രി നമ്മുടെ EK നയനാരാണ്. EK നയനാരാണ് കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ ആത്മകഥയായി എൻ്റെ സമരം, മൈ സ്ട്രഗിൾ. ആരുടെ ആത്മകഥ എന്ന് ചോദിച്ചിട്ടുണ്ട്. EK നയനാരുടെ ആത്മകഥയുടെ പേരാണ്. EK നയനാരുടെ ആത്മകഥയുടെ പേരെന്താണ്? മൈ സ്ട്രഗിൾ എന്നാണ്. EMSന്റെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെ കേട്ടോ. EMSന്റെ ആത്മകഥയുടെ പേരെന്താണ്? ആത്മകഥ എന്ന് തന്നെയാണ് EMSന്റെ ആത്മകഥ. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ EMSന്റെ അല്ലേ? എന്നാ വന്നത്? കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ വന്നത് 1957 ഏപ്രിൽ 5 അല്ലെ? ഏപ്രിൽ 5 കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ വന്നത് എന്നാണ്? 1957 ഏപ്രിൽ 5. ആദ്യത്തെ നിയമസഭാ സമ്മേളനം ഏപ്രിൽ 27 കേട്ടോ. അപ്പൊ ഏപ്രിൽ 5 ആദ്യം മന്ത്രിസഭ വരുന്നത്. ആദ്യത്തെ നിയമസഭാ സമ്മേളനം എന്നാണ്? 1957 ഏപ്രിൽ 27. അതുകൊണ്ട് 5ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിൽ കേരള നിയമസഭാ ദിനം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഏപ്രിൽ 27 കേരള നിയമസഭാ ദിനം എന്നു ചോദിച്ചാൽ നിങ്ങൾ എന്താണ് പറയേണ്ടത്? ഏപ്രിൽ 27. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ വന്നത് EMSന്റെ നേതൃത്വത്തിലല്ലേ? EMSന്റെ ആത്മകഥയുടെ പേരെന്താണ്? EMSന്റെ ആത്മകഥയുടെ പേര് ആത്മകഥ. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേരളം മലയാളികളുടെ മാതൃഭൂമി, 1.25 കോടി മലയാളികൾ. ഇതൊക്കെ ആരുടെ കൃതിയാ? 1.25 കോടി മലയാളികൾ, കേരളം മലയാളികളുടെ മാതൃഭൂമി, കേരളം ഇന്നലെ, ഇന്ന്, നാളെ, ഇത് വേദങ്ങളുടെ നാട്. ഇതൊക്കെ ആരുടെ പ്രശസ്ത കൃതിയാ? നമ്മുടെ EMSന്റെ പ്രശസ്ത കൃതിയാണ്. EMSന്റെ അതുപോലെ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ ഒരു വനിതാ മന്ത്രി ഇല്ലായിരുന്നോ? ഏതായിരുന്നു ആ ഒരു വനിതാ മന്ത്രി?
മന്ത്രി KR ഗൗരിയമ്മ അല്ലെ. KR ഗൗരിയമ്മ ഏത് വകുപ്പാണ് കൊടുത്തിരുന്നത്? KR ഗൗരിയമ്മയ്ക്ക് കൊടുത്തിരുന്നത് റവന്യൂ വകുപ്പ് കൊടുത്തിരുന്നു അല്ലെ. റവന്യൂ എക്സൈസ് മന്ത്രിയും കേരളത്തിലെ ആദ്യത്തെ റവന്യൂ മന്ത്രിയും എക്സൈസ് മന്ത്രിയും ആരായിരുന്നത്? KR ഗൗരിയമ്മ. അവരുടെ ആത്മകഥയുടെ പേരും ആത്മകഥ എന്നാ. അപ്പൊ EMSന്റെ ആത്മകഥയുടെ പേരും KR ഗൗരിയമ്മയുടെ ആത്മകഥയുടെ പേരും എന്താണ്? ആത്മകഥ എന്ന് തന്നെ. ഏത് ജില്ലക്കാരിയാ KR ഗൗരിയമ്മ? KR ഗൗരിയമ്മ ചേർത്തല അല്ലെ. ആലപ്പുഴയിലെ ചേർത്തലക്കാരിയാണ് KR ഗൗരിയമ്മ. ചേർത്തലയുടെ പഴയ പേരാ കരപ്പുറം എന്ന് വിളിക്കാറുണ്ട്. നമ്മുടെ ചേർത്തലയുടെ പഴയ പേരെന്തായിരുന്നത്? കരപ്പുറം എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തലയല്ലേ? ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ഏതാണ്? ചേർത്തല. കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂരാണ്. കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? കണ്ണൂര്. കാവച്ച് തുടങ്ങുന്ന 3 എണ്ണവും കണ്ണൂരാ. കാവച്ച് തുടങ്ങുന്ന കൂടുതൽ 3 എണ്ണം. കടൽ തീരം കൂടുതൽ, കണ്ടൽക്കാട് കൂടുതൽ, കശുവണ്ടി കൂടുതൽ. കടൽ തീരം കൂടുതൽ, കണ്ടൽക്കാട് കൂടുതൽ, കശുവണ്ടി കൂടുതൽ. ഇത് 3 ഏറ്റവും കൂടുതൽ എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ് അല്ലേ. കൈത്തറി നഗരം കണ്ണൂരല്ലേ. കേരളത്തിന്റെ കൈത്തറി നഗരം എന്ന് വിളിക്കുന്നത് ഏതാണ്? കണ്ണൂരാണ്. കേരളത്തിന്റെ കൈത്തറി നഗരം എന്ന് വിളിക്കുന്നത് അല്ലേ. അതുകൊണ്ട് കേരളത്തെ വിളിക്കുന്നത്, കേരളത്തിന്റെ മാഞ്ചസ്റ്റർ എന്ന് കണ്ണൂരിനെ വിളിക്കാറുണ്ട്. കേരള മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് ഏതാണ്? കണ്ണൂരാണ് അല്ലെ. തെക്കൻ കേരളത്തിന്റെ മാഞ്ചസ്റ്റർ ബാലരാമപുരം പട്ടണമാണ്. ബാലരാമപുരം പട്ടണമാണ് തെക്കൻ കേരളത്തിന്റെ മാഞ്ചസ്റ്റർ. അപ്പൊ കേരളത്തിന്റെ മാഞ്ചസ്റ്റർ ഏതാണ്? കേരളത്തിന്റെ മാഞ്ചസ്റ്റർ കണ്ണൂരാണ്. തെക്കൻ കേരളത്തിന്റെ മാഞ്ചസ്റ്റർ ഏതാണ്? തെക്കൻ കേരളത്തിന്റെ മാഞ്ചസ്റ്റർ നമ്മുടെ ബാലരാമപുരം പട്ടണമാണ്. ഓർത്തു വെച്ചിരിക്കണേ. അതുപോലെ അപ്പൊ കേരളത്തിന്റെ കൈത്തറി നഗരം ഏതാണ്? കൈത്തറി നഗരം കണ്ണൂർ ജില്ലയിലാണ് അല്ലെ. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ ഏതാണെന്നറിയാമോ? ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ. എന്താ മാഞ്ചസ്റ്റർ? ലോകത്തിലെ ഏറ്റവും വലിയ തുണി വ്യവസായ കേന്ദ്രം ഇംഗ്ലണ്ടിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തുണി വ്യവസായ കേന്ദ്രമാണ് ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ. അപ്പൊ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ അഹമ്മദാബാദ് ആണ്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ ഏതാണ്? അഹമ്മദാബാദ്. ഇന്ത്യയുടെ ഡെനിം സിറ്റി എന്ന് വിളിക്കുന്നതും അഹമ്മദാബാദിനെ. ഇന്ത്യയുടെ ഡെനിം സിറ്റി എന്നറിയപ്പെടുന്നതും ഏതാണ്? അഹമ്മദാബാദ്. ഓർത്തു വെച്ചിരിക്കണേ. അതുപോലെ നല്ലൊരു ചോദ്യം പറയട്ടെ. ഈ ദക്ഷിണേന്ത്യയുടെ മാഞ്ചസ്റ്റർ കോയമ്പത്തൂരാണ്. ദക്ഷിണേന്ത്യയുടെ മാഞ്ചസ്റ്റർ ഏതാ? കോയമ്പത്തൂർ. ഇനി വടക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ ഏതാന്ന് പറഞ്ഞു? വടക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ കാൺപൂരാണ്. അപ്പം ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ അഹമ്മദാബാദ്, ദക്ഷിണേന്ത്യയുടെ മാഞ്ചസ്റ്റർ ഏതാ? കോയമ്പത്തൂർ. വടക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ അഹമ്മദാബാദ്. വടക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ കാൺപൂരാണ് നമ്മൾ പറയേണ്ടത്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇന്ത്യയുടെ പരുത്തി തുറമുഖം ഏതാണെന്നറിയാമോടെ? ഇന്ത്യയുടെ പരുത്തി തുറമുഖം മുംബൈ തുറമുഖമാണ്. മുംബൈ തുറമുഖം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം കയറ്റുമതി ചെയ്യുന്ന തുറമുഖം കൊൽക്കത്ത തുറമുഖമാണ്. ഇന്ത്യയിൽ പരുത്തി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്, പരുത്തി കയറ്റുമതി ചെയ്യുന്ന തുറമുഖം മുംബൈ തുറമുഖം. ഇന്ത്യയിൽ ചണം കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? കൊൽക്കത്ത തുറമുഖമാണ്. ഓക്കെ, ഒരുവിധം കുഴപ്പമില്ലല്ലോ. കൊച്ചു റിവിഷൻ ആണ്. ഇന്നത്തെ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലേക്ക് പോട്ടെ. സ്കൂൾ ടെസ്റ്റിനെ ബേസ് വെച്ചാണ് ഇന്ന് ഞാൻ എഴുതിയിരിക്കുന്നത്. 5ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കത് നോക്കാം. വാസ്കോ ഡ ഗാമയാണല്ലോ ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നത്. പോർച്ചുഗീസുകാരനാണ് ഇന്ത്യയിൽ ആദ്യം വന്നത്. എത്ര പേര് വന്നു? ഇന്ത്യയിൽ ആദ്യ വിദേശ ശക്തികൾ യൂറോപ്യന്മാർ 4 പേര് വന്നു. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ അല്ലെ. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ. ഇന്ത്യയിൽ ആദ്യം വന്നതും പോർച്ചുഗീസുകാർ. ഇന്ത്യ വിട്ടുപോയ അവസാനത്തെ വിദേശ ശക്തിയും പോർച്ചുഗീസുകാർ അല്ലെ. ആദ്യം വന്നതും പോർച്ചുഗീസുകാർ തന്നെയാണ്, അവസാനം വിട്ടുപോയതും പോർച്ചുഗീസുകാർ. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോളനി ഭരിച്ചതാരാ? അത് ഇംഗ്ലീഷുകാരാ. ഇന്ത്യയിൽ ഏറ്റവും കോളനി ഭരണം ആർക്കെന്ന് ചോദിച്ചാൽ അതേതാണ്? ഇംഗ്ലീഷുകാരാണ് അല്ലെ. അപ്പോൾ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നത്. ഇന്ത്യയിൽ കൈതച്ചക്ക, പപ്പായ, പേരയ്ക്ക, മരച്ചീനി ഇതെല്ലാം ഇന്ത്യയിൽ, ഉരുളൻകിഴങ്ങ്, പേരയ്ക്ക, പപ്പായ, മരച്ചീനി ഇതൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതും ആരാ? നമ്മുടെ പോർച്ചുഗീസുകാരാണ്. ചവിട്ട് നാടകം ഇന്ത്യയിൽ കൊണ്ടുവന്നതും പോർച്ചുഗീസുകാരാണ്. ചവിട്ട് നാടകം ഇന്ത്യയിൽ കൊണ്ടുവന്നതും അല്ലെ. നമുക്ക് തിരിച്ചു വരാം. വാസ്കോ ഡ ഗാമയാണ് ആദ്യം വന്നത്. ബേസ് കൊണ്ടാണ് ഞാൻ ഒന്നും കാണിക്കാത്ത. വാസ്കോ ഡ ഗാമയാണല്ലോ ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നത് അല്ലെ. 1498 മെയ് മാസം 20-ാം തീയതിയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് കാലുകുത്തുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ കാപ്പാട് തുറമുഖം, ചേമഞ്ചേരി പഞ്ചായത്തിലെ പന്തലായനി കടപ്പുറത്ത്. അപ്പോൾ വാസ്കോ ഡ ഗാമ വന്ന തുറമുഖം ഏതാണ്? തുറമുഖം ചോദിച്ചാൽ കാപ്പാട്, പഞ്ചായത്ത് ചോദിച്ചാൽ ചേമഞ്ചേരി, കടപ്പുറം ചോദിച്ചാൽ പന്തലായനി. കൂടുതലും തുറമുഖമായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. കോഴിക്കോട് കാപ്പാടാണ് അദ്ദേഹം വന്നിറങ്ങിയത്. ഡേറ്റ് പഠിച്ചേ, 1498 മെയ് മാസം 20 അല്ലെ. വാസ്കോ ഡ ഗാമ എന്നൊരു നഗരം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചിട്ടില്ല.
കേട്ടിട്ടില്ലേ? വാസ്കോഡ ഗാമയുടെ ഒരു പേരിൽ നഗരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗോവയിലാണ് അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയാണ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ സ്ഥിരം വേദി ഏതാ? ഗോവയാ. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ സ്ഥിരം വേദി ഏതാണ്? ഗോവ. പിന്നെയുണ്ട് ഈ ഗോവയുടെ തലസ്ഥാനമായ പനാജി എന്ന് പറയണം. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ സ്ഥിരം വേദി എവിടെയാണ്? പനാജിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പനാജിയാണ്. പിന്നെ നല്ലൊരു ക്വസ്റ്റ്യൻ, ഗോവയുടെ ജീവൻ രേഖ എന്നറിയപ്പെടുന്ന നദി ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗോവയുടെ ജീവൻ രേഖ എന്നറിയപ്പെടുന്ന നദി മാണ്ഡോവി നദിയാണ്. ഗോവയുടെ ജീവൻ രേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മാണ്ഡോവി നദി. അപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയാണ്. പിന്നെയുണ്ട് നല്ലൊരു ക്വസ്റ്റ്യൻ, കടൽ തീരം ഏറ്റവും കുറവ് ഗോവയ്ക്കാണ്. കടൽ തീരം ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗോവയാ. കടൽ തീരം ഏറ്റവും കൂടുതൽ ഗുജറാത്തിനല്ലേ? കടൽ തീരം ഏറ്റവും കൂടുതൽ ഗുജറാത്തിനും ഏറ്റവും കുറവ് ഏതാണ്? ഗോവയ്ക്ക്. പിന്നെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. ഗോവയുടെ തലസ്ഥാനം ഏതാ? പനാജി. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ സ്ഥിരം വേദി എവിടെയാണ്? പനാജിയിലാണ്. ഗോവയുടെ ജീവൻ രേഖ എന്നറിയപ്പെടുന്ന നദി ഏതാ? മാണ്ഡോവി നദിയാണ് ഗോവയുടെ ജീവൻ രേഖ അല്ലെ? വാസ്കോഡ ഗാമ എന്ന പേരിൽ പട്ടണമുള്ളത് ഏതാണ്? ഗോവയിലാണ്. പിന്നെ നമ്മൾ ഭരണഘടനയിൽ ഒരെണ്ണം പഠിച്ചിട്ടില്ലേ? ഏകീകൃത സിവിൽ കോഡ് വന്ന ആദ്യ സംസ്ഥാനം ഏത്? ആർട്ടിക്കിൾ 44 പ്രകാരം, ആർട്ടിക്കിൾ 44 അല്ലേ ഏകീകൃത സിവിൽ കോഡ് പഠിച്ചിട്ടില്ലേ? നിർദ്ദേശക തത്വങ്ങൾ ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത്. ഏകീകൃത സിവിൽ കോഡ് വന്ന ആദ്യ സംസ്ഥാനം ഗോവയാണ്. പക്ഷെ സ്വാതന്ത്ര്യാനന്തരം സ്വതന്ത്ര ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് വന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. അതാണ് കൂടുതലും വരാൻ സാധ്യത. സ്വാതന്ത്ര്യാനന്തരം ഏകീകൃത സിവിൽ കോഡ് വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? നമ്മുടെ ഉത്തരാഖണ്ഡിലാണ്. അപ്പം 44 ഏകീകൃത സിവിൽ കോഡ്. നിർദ്ദേശക തത്വത്തിലാണ് ഏകീകൃത സിവിൽ കോഡ്. ഗ്രാമപഞ്ചായത്ത് നിർദ്ദേശക തത്വത്തിലല്ലേ? 40 അല്ലെ? ആർട്ടിക്കിൾ 40 ഏതാ? ഗ്രാമപഞ്ചായത്ത്. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം 39D ആണ്. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം ഏതാണ്? 39D. 39A പഠിച്ചിട്ടുണ്ട്. പാവപ്പെട്ടവന് സൗജന്യ നിയമസഹായം. പാവപ്പെട്ടവന് സൗജന്യ നിയമസഹായവും തുല്യ നീതിയും ഏർപ്പെടുത്തുന്നതാണ് 39A എന്ന് പറയുന്നത്. സെറ്റാണല്ലോ? അപ്പൊ 39Aയും 39Dയും പഠിച്ച് നമുക്ക് ബാക്കിയും കൂടെ പഠിക്കാം. ഈ വാസ്കോഡ ഗാമ അന്ന് വരുമ്പോൾ അദ്ദേഹം വന്ന കപ്പലിന്റെ പേര് സെന്റ് ഗബ്രിയേൽ എന്ന് പറയുന്ന കപ്പലിലാണ് ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. വാസ്കോഡ ഗാമയോടൊപ്പം ആ നാട്ടിൽ മറ്റൊരു നാവികൻ ഉണ്ടായിരുന്നു, അൽവാരോ ഹെൽഹോബ്. സ്കൂൾ ടെസ്റ്റിലുള്ളതാണ്. വാസ്കോഡ ഗാമയോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു നാവികന്റെ പേരെന്താണ്? അൽവാരോ ഹെൽഹോബ് എന്നതായിരുന്നു. അതുപോലെ വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിട്ട രാജാവിന്റെ പേര് ചോദിച്ചാൽ പോർച്ചുഗീസ് രാജാവായ മാനുവൽ ഒന്നാമന്റെ ഉപദേശപ്രകാരമാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ മാനുവൽ ഒന്നാമന്റെ ഉപദേശപ്രകാരം സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലിൽ അൽവാരോ ഹെൽഹോബുമായി ചേർന്ന് 1498 മെയ് മാസം 20 എവിടെ എത്തിച്ചേർന്നടെ? വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് എത്തിച്ചേർന്നു. അടുത്ത നല്ലൊരു പോയിന്റ് ഉണ്ടോ? വാസ്കോഡ ഗാമ തിരിച്ചു പോയത്, ആദ്യത്തെ വരവ് തിരിച്ചു പോയത് 98 നവംബറിൽ കണ്ണൂര് തുറമുഖത്തിൽ നിന്നാണ്. അതും ചിലപ്പം തിരിഞ്ഞു പോരുത്, എല്ലാവരും അങ്ങ് കോഴിക്കോട് എഴുതി വെക്കും. അപ്പൊ തിരിച്ചു പോയ തുറമുഖം ഏതാ? കണ്ണൂര് തുറമുഖം. വാസ്കോഡ ഗാമ ഇന്ത്യയിൽ 3 പ്രാവശ്യമേ വന്നിട്ടുള്ളൂ. വാസ്കോഡ ഗാമ ഇന്ത്യയിൽ എത്തിയത് എത്ര പ്രാവശ്യമാണ്? 3 പ്രാവശ്യം. ഇത് പഠിച്ചു വെച്ചിരിക്കണേ, ഡിഗ്രി ലെവലിന് ഇപ്പം ചോദിച്ചതേ ഉള്ളൂ. 1498. രണ്ടാം വരവ് 2 തന്നെയാണ്. വാസ്കോഡ ഗാമയുടെ രണ്ടാം വരവ് എന്ന 1502. മൂന്നാം വരവ് 1524. ഈ മൂന്നാം വരവിന് ഒരു പ്രത്യേകതയുണ്ട്. ആദ്യത്തെ 2 വരവും എന്താ വ്യാപാരിയായിട്ടല്ലേ വരുന്നത്, നാവികനായിട്ടല്ലേ. പക്ഷെ മൂന്നാമത്തെ വരവിലാണ് വാസ്കോഡ ഗാമ ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ട് വരുന്നത്. അപ്പൊ വാസ്കോഡ ഗാമ വൈസ്രോയി ആയി വന്ന വർഷം എന്നാണ് 1524. ആ വർഷം തന്നെയാണ് വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വെച്ച് തന്നെയാണ് മരിക്കുന്നത്. അപ്പൊ വാസ്കോഡ ഗാമയുടെ മരണം എന്നു ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് എന്നാണ്? 1524. ഓക്കെ, അപ്പൊ അത്രയും സെറ്റ് അല്ലേ? ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഓട്ടിക്കട്ടെ. വാസ്കോഡ ഗാമ 1498 മെയ് മാസം 20 ഇന്ത്യയിലെ കോഴിക്കോട് കാപ്പാട് ചേമഞ്ചേരി തുറമുഖത്തെ പന്തലായനിയിൽ എത്തിച്ചേരുന്നത്. സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലിൽ മാനുവൽ രാജാവിന്റെ ഉപദേശപ്രകാരമാണ് എത്തുന്നത്. കൂടെ ഉണ്ടായിരുന്ന നാവികൻ അൽവാരോ ഹെൽഹോബാണ്. വാസ്കോഡ ഗാമ എന്ന നഗരം എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഗോവയിലാണ്. വാസ്കോഡ ഗാമ തിരിച്ചു പോയത് നവംബറിലാണ്. നവംബറിൽ ഏത് തുറമുഖത്ത് നിന്ന്? കണ്ണൂര് തുറമുഖത്ത് നിന്ന്. വാസ്കോഡ ഗാമ ഇന്ത്യയിൽ എത്ര പ്രാവശ്യം എത്തി? 3 പ്രാവശ്യം. 1498,
1502, 1524. വാസ്കോഡഗാമ വൈസ്രോയി ആയി വന്ന വർഷം 1524. ഓക്കെ, സെറ്റല്ലേ ഈ പോർഷൻസ്? അടുത്തൊക്കെ രണ്ടാമത്തെ ചോദ്യം ഉറപ്പായിട്ട് ഇതിലെ ഒരു ചോദ്യം വരും. കാരണം 5ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിൽ വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രെയിൻ ഓടിയത് ഡേറ്റോടുകൂടി കൊടുത്തിട്ടുണ്ട്. 1853 ഏപ്രിൽ 16. ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രെയിൻ ഓടിയത് എവിടെയാണ്? 1853 ഏപ്രിൽ 16 ബോംബെ മുതൽ താന വരെയാണ്. ആദ്യത്തെ ട്രെയിൻ ഓടിയത് ബോംബെ മുതൽ താന വരെയാണെന്ന് നമുക്കറിയാം. ആദ്യത്തെ ട്രെയിനിന്റെ പേര് ഫെയറി ക്യൂൻ എന്നായിരുന്നു കേട്ടോ. ഇന്ത്യയിൽ ഓടിയ ആദ്യത്തെ ട്രെയിനിന്റെ പേര് എന്താണ്? ഫെയറി ക്യൂൻ എന്നായിരുന്നു. കേരളത്തിൽ ആദ്യമായി ട്രെയിൻ ഓടിയത് കണ്ടോ 1861 മാർച്ച് 12 ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. അപ്പം ഇന്ത്യയിൽ 1853 ഏപ്രിൽ 16, കേരളത്തിൽ 1861 മാർച്ച് 12 കേരളത്തിൽ ആദ്യമായിട്ട് ട്രെയിൻ ഓടിയത്. അപ്പം അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. ബേപ്പൂർ മുതൽ തിരൂർ. ബേപ്പൂർ സുൽത്താൻ ആരാണ്? ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറാണ് ബേപ്പൂർ സുൽത്താൻ. തിരൂര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. തിരൂര് വാഗൺ ട്രാജഡി സ്മാരകം എവിടെ? തിരൂരല്ലേ വാഗൺ ട്രാജഡി സ്മാരകം. അതുപോലെ മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം എവിടെ? തിരൂര. മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം തിരൂര്. എഴുത്തച്ഛൻ ജനിച്ചത് തിരൂരല്ലേ? എഴുത്തച്ഛൻ മലപ്പുറം ജില്ലയിലെ തുഞ്ചൻ പറമ്പ്, തിരൂരിലെ തുഞ്ചൻ പറമ്പ്. അതുപോലെ വാഗൺ ട്രാജഡി സ്മാരകം എവിടെയാണ്? തിരൂരാണ്. എന്നാ വാഗൺ ട്രാജഡി 1921 21 നവംബർ 19. ഏറ്റവും കറക്റ്റ് സ്കൂൾ ടെസ്റ്റ് നവംബർ 10 ഉള്ളൂ. നവംബർ 10 1921 വാഗൺ ട്രാജഡി അല്ലേ? എവിടെ നിന്ന് എവിടോട്ടാ പോയത് ആ വാഗൺ? അതായത് തിരൂര് നിന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോത്തന്നൂര് വെച്ച് തുറന്നു നോക്കുന്നു. പോത്തന്നൂർ വെച്ചാണ് തുറന്നു നോക്കുമ്പോൾ 60ഓളം പേര് ശ്വാസം മുട്ടി മരിച്ചതായിട്ട് കാണുന്നത്. അപ്പം നമ്മൾ പറഞ്ഞത് വാഗൺ ട്രാജഡി നടന്നത് വർഷം എന്നാണ് 1921. വാഗൺ ട്രാജഡിയുടെ കമ്മീഷൻ ഏതാണെന്നറിയാമോ? വാഗൺ ട്രാജഡി അന്വേഷിച്ച കമ്മീഷൻ AR നേപ്പ് കമ്മീഷൻ. നേപ്പ് കമ്മീഷനാണ് വാഗൺ ട്രാജഡി അന്വേഷിച്ച കമ്മീഷൻ. അപ്പം വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാള്, വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരൂരാണ്. മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം എവിടെ? തിരൂരാണ്. എഴുത്തച്ഛൻ ജനിച്ചത് അവിടെ? തിരൂരാണ്. അപ്പൊ അത് എത്രയും മനസ്സിലായേ? ഇത് രണ്ടും ഡേറ്റ് പഠിച്ച്. ഇതിനേക്കായി ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത്. പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം ഇതാ വരുന്ന. തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ട്രെയിൻ ഓടിയത് 1904. 1904 നവംബർ 26 ട്രെയിൻ ഓടിയത്. പുനലൂർ മുതൽ ചെങ്കോട്ട വരെയാണ്. പുനലൂർ മുതൽ ചെങ്കോട്ട വരെയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ. വർഷം തെറ്റിപ്പോരുത്, 1904 മുതലാണ്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവാരാണ്? നമ്മുടെ ഡൽഹൌസി പ്രഭു അല്ലേ? ഡൽഹൌസി പ്രഭു ആണ് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ്. എന്താ മനസ്സിൽ ഓടി വന്ന നല്ലൊരു ക്വസ്റ്റ്യൻ? ഡൽഹൌസി പ്രഭുവിന്റെ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ വൈസ്രോയി അല്ലേ? ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ അന്ന് ഇദ്ദേഹം ഗവർണർ ജനറൽ. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി. ട്രെയിൻ കൊണ്ടുവന്നത് ആരാണ്? ഡൽഹൌസി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്ന വുഡ്സ് ഡെസ്പാച്ച്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വുഡ്സ് ഡെസ്പാച്ച് നടപ്പിലാക്കിയ ഡൽഹൌസിയ. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ഡൽഹൌസിയ. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി. റെയിൽവേയുടെ ആസ്ഥാനം കണ്ടോ? ബറോഡ ഹൗസ്, ന്യൂഡൽഹി. അപ്പം ഇന്ത്യൻ റെയിൽവേയുടെ പിതാവാര? ഡൽഹൌസി പ്രഭുവാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 3 വർഷങ്ങൾ എന്ന് പറഞ്ഞേ. ഇന്ത്യയിൽ റെയിൽവേ വന്നത് 1853, കേരളത്തിൽ റെയിൽവേ വന്നത് 1861, തിരുവിതാംകൂറിൽ ആദ്യത്തെ റെയിൽവേ വന്നത് 1904. റെയിൽവേയുടെ പിതാവാരാണ്? ഡൽഹൌസി. റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ബറോഡ ഹൗസ്, ന്യൂഡൽഹി. ഇതാണ്ട് വരുന്ന ഏറ്റവും നല്ലൊരു ക്വസ്റ്റ്യൻ. നമ്മുടെ ലോകത്ത് 4ാം സ്ഥാനത്താണ് ഇന്ത്യ. റെയിൽവേ ശൃംഖലയിൽ 4ാം സ്ഥാനം. അമേരിക്ക, ചൈന, റഷ്യ, ഇന്ത്യ. അമേരിക്ക, ചൈന, റഷ്യ, ഇന്ത്യ ആയിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ ആരംഭിച്ചത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഉറപ്പായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. മെട്രോ, ഭൂഗർഭ റെയിൽവേ എന്നൊക്കെ ചോദിക്കും. ഇന്ത്യയിൽ ആദ്യത്തെ മെട്രോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യത്തെ ഭൂഗർഭ റെയിൽവേ വന്ന വർഷം എന്നാണ് 1984 കൊൽക്കത്തയിലാണ്. നമ്മുടെ കൊച്ചി മെട്രോ ആരംഭിച്ചത് 2017 ജൂൺ 17 കൊച്ചിയിൽ മെട്രോയിൽ. ഇന്ത്യയുടെ 8ാമത്തെ മെട്രോ ആണ് കൊച്ചി മെട്രോ. കൊമറ്റ് എന്നല്ലേ അറിയപ്പെടുന്നത് ആണ്. അതൊന്ന് പഠി. അപ്പൊ കൊച്ചി മെട്രോ എന്നാണ് 2017 ജൂൺ 17 ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ വന്ന വർഷം 1984. ഇന്ത്യയിൽ ആദ്യ മെട്രോ വന്നത് എവിടെയാണ്? അത് കൊൽക്കത്തയിലാണ്. കൊച്ചി വാട്ടർ മെട്രോ ഇപ്പൊ ഉദ്ഘാടനം ചെയ്തില്ലായിരുന്നു നരേന്ദ്രമോദി? 2023 ഏപ്രിൽ 25 അല്ലേ? അപ്പൊ കൊച്ചി വാട്ടർ മെട്രോ ഏത് വർഷമാണ്? 2023
ഏപ്രിൽ 25-നാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോ ബാംഗ്ലൂർ. അതിനെ വിളിച്ച പേര് കണ്ടോ, നമ്മ മെട്രോ എന്നാണ്. ഇതൊക്കെ ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോ വരുന്നത് എവിടെയാണ്? ബാംഗ്ലൂരിൽ നമ്മ മെട്രോ. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ ഏതാ? അതും അറിയാം, വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. ആദ്യകാല നാമം അറിയാമോ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ? ട്രെയിൻ 18 എന്നായിരുന്നടെ. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യകാല നാമം എന്താണ്? ട്രെയിൻ 18. 160-200 km/h ആണ് ട്രെയിൻ. ആദ്യ റൂട്ട് വരെ ചോദിച്ചു പരീക്ഷയ്ക്ക്. പിന്നെ ന്യൂഡൽഹി, കാൺപൂർ, അലഹബാദ്, വാരണാസി. ഇതായിരുന്നു ആദ്യ റൂട്ട്. ന്യൂഡൽഹി, കാൺപൂർ, അലഹബാദ്, വാരണാസി. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ ഏതാണ്? വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് തിരുവനന്തപുരം ടു കാസർഗോഡ് ആണ്. അത് 15ാമത്തെ വന്ദേ ഭാരത് ആയിരുന്നു കേട്ടോ. ചിലപ്പോൾ അതൊക്കെ വന്നാലോ സ്റ്റേറ്റ്മെന്റിൽ. 15ാമത്തെ വന്ദേ ഭാരത് ആണ് കേരളത്തിൽ ഓടിയത്. വന്ദേ ഭാരതിന്റെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് സുരേഖ യാദവ്. ആദ്യമായിട്ട് ഓടിച്ചത് വനിതാ ലോക്കോ പൈലറ്റ്. അപ്പൊ അത് സുരേഖ യാദവ് എന്നാണ്. അപ്പൊ വന്ദേ ഭാരതിലെ എക്സ്പ്രസിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റിന്റെ പേരെന്താണ്? സുരേഖ യാദവ്. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് സുധാൻഷു മണിയാണ്. സുധാൻഷു മണിയാണ് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ പിതാവ്. ഇതിന്റെ ലോഗോ ഓടുന്ന ചീറ്റയല്ലേ? വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ലോഗോ ഏതായിരുന്നത്? ഓടുന്ന ചീറ്റയാണ്. ഇന്ത്യയിൽ റെയിൽവേ സോൺ മൊത്തം 18 ഉണ്ട്. കേരളം സതേൺ റെയിൽവേയിലാണ് വരുന്നത്. പുതിയ ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക്, കേരളം ഏത് റെയിൽവേയിലാണ്? സതേൺ റെയിൽവേ സോണിലാണ്. സതേൺ റെയിൽവേയുടെ ആസ്ഥാനം കണ്ടോ? ചെന്നൈയിലാണ്. അപ്പൊ കേരളം ഏത് റെയിൽവേയാണ്? സതേൺ റെയിൽവേ. സതേൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെ? തിരുവനന്തപുരം എഴുതി കളയരുത്, ചെന്നൈയിലാണ്. 18ാമത് വന്ന മൊത്തം 18 അല്ലേ, ഇത് പുതിയതായിട്ട് വന്നതാ. 18ാമത് വന്ന റെയിൽവേ സോണാണ് ദക്ഷിണ തീരദേശ റെയിൽവേ എന്ന് പറയുന്നത്. 18ാമത് വന്നതാ. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള പേരുള്ള റെയിൽവേ സ്റ്റേഷൻ, ഇത് പലപ്പോഴും മാറാറുണ്ട്. ഏറ്റവും അവസാനം നിൽക്കുന്നത് പുരൈച്ചി തലൈവൻ ഡോക്ടർ MGR രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, തമിഴ്നാട്ടില്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പേരുള്ളത് റെയിൽവേ സ്റ്റേഷൻ ഇബ് ഒഡീഷ, ഒഡ് ഗുജറാത്ത്. ഇതാണ് ഏറ്റവും ചെറിയ പേരുള്ള റെയിൽവേ സ്റ്റേഷൻ. ഇബും ഒഡും ആണ്. ഇബ് ഒഡീഷയിലും ഒഡ് ഗുജറാത്തിലുമാണ്. ബ്രോഡ് ഗേജ് പാത, മീറ്റർ ഗേജ് പാത, നാരോ ഗേജ്. ഇന്ത്യ റെയിൽവേ പാളങ്ങള് ബ്രോഡ് ഗേജ് ആണ് ഏറ്റവും കൂടുതലുള്ളത് അല്ലെ. ബ്രോഡ് ഗേജ് പാത 1.676 മീറ്ററും, മീറ്റർ ഗേജിൻ്റെത് 1 മീറ്ററും, നാരോ ഗേജിൻ്റെത് 0.762 മീറ്ററുമാണ്. നാരോ ഗേജ് ഏതാ? 0.76 മീറ്റർ. കേരളത്തിൽ ഏറ്റവും നീളമേറിയ റെയിൽവേ പ്ലാറ്റ്ഫോം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ 3ാമത്തെ റെയിൽവേ പ്ലാറ്റ്ഫോം എന്നൊക്കെ വിളിക്കുന്നത് കൊല്ലം ജംഗ്ഷനിലാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ് കേരളത്തിലെ ഏറ്റവും നീളം കയറിയ റെയിൽവേ സ്റ്റേഷൻ. അപ്പം അതും ഇത്രയും പഠിച്ചേ. അപ്പം 2 പോർഷൻ പഠിച്ചു. ഏതൊക്കെയാ? വാസ്കോഡ ഗാമയുടെ ഹിസ്റ്ററി ഒരെണ്ണം പഠിച്ചു. പിന്നെ നമ്മൾ ജോഗ്രഫിയിലെ റെയിൽവേയുമായി ബന്ധപ്പെട്ട നല്ല കുറേ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവാരാണ്? ഡൽഹൌസി പ്രഭു. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയതാരാ? ഡൽഹൌസി പ്രഭു. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് ഡൽഹൌസി പ്രഭു. വന്ദേ ഭാരതിന്റെ പഴയകാല നാമം ട്രെയിൻ 18. വന്ദേ ഭാരതിന്റെ ലോഗോ എന്ത്? ഓടുന്ന ചീറ്റയാണ് വന്ദേ ഭാരതിന്റെ ലോഗോ എന്ന് പറയുന്നത്. അത് ഇത്രയും നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? ഓക്കെ. സതേൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെ? സതേൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ ചെന്നൈയിലാണ്. 3 റെയിൽവേ വന്ന വർഷങ്ങളെന്ന് പറഞ്ഞ് ഇന്ത്യയിൽ 1853, കേരളത്തിൽ 1861, തിരുവിതാംകൂറിൽ 1904, പുനലൂർ മുതൽ ചെങ്കോട്ട വരെയാണ് തിരുവിതാംകൂർ. എത്ര റെയിൽവേ സ്റ്റോൺ ഉണ്ട്? 18 റെയിൽവേ സ്റ്റോൺ. ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ് ലോകത്ത് റെയിൽവേ ശൃംഖലയിൽ? 4ാം സ്ഥാനമാണ് റെയിൽവേ ശൃംഖലയിൽ. അടുത്തതാണ് കേരള 5ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിലെ കേരള ഗവൺമെന്റിന്റെ കുറച്ച് പദ്ധതികളുടെ പേര് പഠിക്കുകയാണ്. 5ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്ന കേരള ഗവൺമെന്റിന്റെ കുറച്ച് പദ്ധതികളുടെ പേര് നമുക്ക് നോക്കാം. 1ാമത്തെ പദ്ധതിയുടെ പേര് ശരണ്യ എന്നതാണ്. ഉറപ്പായിട്ട് വരാൻ പറ്റിയ ഇമ്പോർട്ടൻറ്റ് ചോദ്യം. അതായത് അവിവാഹിതരായ സ്ത്രീകൾ, വിധവകൾ, ഭർത്താവ് മരിച്ചവര്, അങ്ങനെയുള്ള വിധവകൾ, വിവാഹമോചനം നേടിയത്, 30 വയസ്സ് കഴിഞ്ഞ് നിൽക്കുന്ന അവിവാഹിതർ, ഇവർക്കൊക്കെ നൽകുന്ന ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പേര് രജിസ്റ്റർ ചെയ്താൽ ഇവർക്കൊക്കെ നൽകുന്ന സ്വയം തൊഴിൽ പദ്ധതിയുടെ പേരെന്താണ്? ശരണ്യ. ഓക്കെ, ശരണ്യ. അപ്പം വിധവകൾ, അവിവാഹിതർ തുടങ്ങിയവരുടെ സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? ശരണ്യ. 2ാമത്തെ പദ്ധതിയാണ് കൈവല്യ പദ്ധതി. അതാർക്കാന്നറിയാമോ? നമ്മുടെ ഭിന്നശേഷി വിഭാഗക്കാരുടെ നൈപുണ്യ വികസനത്തിന് വേണ്ടിയുള്ള സ്വയം തൊഴിൽ പദ്ധതി. അപ്പം കൈവല്യ പദ്ധതി ആർക്കാണ്? ഭിന്നശേഷി വിഭാഗക്കാർക്ക് നൈപുണ്യ വികസനം, തൊഴിൽ സംരംഭങ്ങൾ, സർക്കാർ സബ്സിഡി, വായ്പ എന്നിവയൊക്കെ നൽകുന്ന പദ്ധതി ഏതാണ്? കൈവല്യ. 2 പഠിച്ചേ. ഏതൊക്കെയാ? ശരണ്യം പഠിച്ചു, കൈവല്യം പഠിച്ചു. ശരണ്യ ആർക്കാ? ശരണ്യ അവിവാഹിതരായ സ്ത്രീകൾ, വിധവകൾ,
വിവാഹമോചനം നേടിയവർ, ഇവർക്ക് വേണ്ടിയുള്ളത്. കൈവല്യോ അത് ഭിന്നശേഷി വിഭാഗക്കാരുടെ. അടുത്ത കിടക്കുന്ന ഏതാന്ന് നോക്കെ, നവജീവൻ പദ്ധതി. നവജീവൻ തൊഴിൽ പദ്ധതിയാണ്. 50 വയസ്സിനും 65 വയസ്സിനും മധ്യപ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള പദ്ധതിയാണ് നവജീവൻ. 50 to 65കാരുടെ സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? നവജീവൻ. ഉന്നതി വിജ്ഞാൻ. ഉന്നതി വിജ്ഞാൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ പെട്ടവർക്ക് തൊഴിൽ സജ്ജമാക്കുന്ന പദ്ധതി. രണ്ടും വേണം, പട്ടികജാതിയും വേണം, പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് തൊഴിൽ സജ്ജമാക്കുന്ന പദ്ധതി ഏതാണ്? ഉന്നതി വിജ്ഞാൻ. പഞ്ചമി കണ്ടോ, പഞ്ചമി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് തൊഴിൽ അന്വേഷിക്കുന്ന പദ്ധതി. പട്ടികജാതി മാത്രം മതി. പഞ്ചമി എന്ന് പറയുന്നത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട തൊഴിലന്വേഷകർക്ക് പട്ടികജാതി വികസന വകുപ്പ് നൽകുന്ന പദ്ധതിയാണ്. ഏതാ? പഞ്ചമി. എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ പഞ്ചമി എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ടേ പഞ്ചമി. എന്താ? അതായത് അയ്യങ്കാളി നടത്തിയ ഒരു ലഹളയല്ലേ ഇവിടെ, പുലേ ലഹള. എന്തായിരുന്നു ആ കാരണം? പുലേ ലഹള പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അയ്യങ്കാളി നടത്തിയതല്ലേ. പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഏത് വർഷമായിരുന്നടെ? 1915. 1915 നമ്മുടെ അയ്യങ്കാളി നടത്തിയ ലഹളയാണ് പുലേ ലഹള. മറ്റൊരു പേര് പറഞ്ഞ പുലേ ലഹളയുടെ മറ്റൊരു പേര് ഊരട്ടമ്പലം ലഹള അല്ലേ? 90-ാം ആണ്ട് ലഹള. ഊരട്ടമ്പലം ലഹള എന്നും 90-ാം ആണ്ട് ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? അത് നമ്മുടെ പുലേ ലഹള. ഏത് വർഷമാണ് പുലേ ലഹള? 15 തന്നെ അയ്യങ്കാളി വേറെണ്ണം നടത്തിയിട്ടുണ്ട്. കല്ലുമാല സമരം അഥവാ പെരിനാട് സമരം. കല്ലുമാല സമരം അഥവാ പെരിനാട് സമരം നടത്തിയ വർഷം എന്നാണ്? 1915. സെറ്റാണല്ലോ. അപ്പോൾ പുലേ ലഹള നടന്നത് 15-ലാണ്. പെരിനാട് ലഹള നടന്ന വർഷവും എന്നാണ്? 1915. അയ്യങ്കാളിയുടെ സംഘടനയുടെ പേരെന്താ? സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം 1907 വരുന്നത്. അപ്പൊ അയ്യങ്കാളിയുടെ സംഘടന ഏതാണ്? സാധുജന പരിപാലന സംഘം. അയ്യങ്കാളി ജനിച്ചത് വെങ്ങാനൂരല്ലേ? തിരുവനന്തപുരം വെങ്ങാനൂരാണ് അയ്യങ്കാളി ജനിച്ചത്. എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. എവിടെയായിരുന്നത്? തിരുവനന്തപുരം വെങ്ങാനൂര്. ഗാന്ധിജി എന്നാണ് അയ്യങ്കാളിയെ കണ്ടത്? ഗാന്ധിജി എന്നാണ് അയ്യങ്കാളിയെ കണ്ടതെന്ന് ചോദിച്ചാൽ ഗാന്ധിജി കേരളത്തിൽ അവസാനമായി വന്ന ദിവസം. കേരളത്തിൽ അവസാനമായി വന്നത് 1937. അവസാനത്തെ വരവ്, ഗാന്ധിജിയുടെ കേരളത്തിലെ അവസാനത്തെ വരവ് ഏത് വർഷമാണ്? 1937. അപ്പൊ ഗാന്ധിജി അയ്യങ്കാളിയെ കണ്ട വർഷം ചോദിച്ചിട്ടുണ്ട്. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ട വർഷം ചോദിച്ചിട്ടുണ്ട്. 1925 ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം വരവിലും 1937 അയ്യങ്കാളിയും ഗാന്ധിജി കാണുന്നു കേട്ടോ. അപ്പൊ 25 രണ്ടാം വരവിൽ ശ്രീനാരായണ ഗുരുവിനെ കണ്ടു. 37 അവസാനത്തെ വരവിൽ അഞ്ചാമത്തെ വരവ് ശ്രീനാരായണ ഗുരുവിനെ അല്ല അയ്യങ്കാളി കണ്ടു. അപ്പൊ സാധുജന പരിപാലന സംഘം 1907 അയ്യങ്കാളി. ഈ അയ്യങ്കാളിയുടെ പേരിൽ ഒരു ജലോത്സവം ഇല്ലേ? അയ്യങ്കാളി വള്ളംകളി നടക്കുന്നത്, അയ്യങ്കാളി ട്രോഫി ജലോത്സവം നടക്കുന്നത് തിരുവനന്തപുരം വെള്ളായണി കായലിലാണ്. അയ്യങ്കാളി ട്രോഫി ജലോത്സവം നടക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം വെള്ളായണി കായൽ. ഈ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനം നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ. അത് അയ്യങ്കാളി ഭവൻ എന്നാ പേര്. പക്ഷെ ഇങ്ങനെ ചോദിക്കും, പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം അത് തൃശ്ശൂര് അയ്യങ്കാളി ഭവനാണ് കേട്ടോ. അത് തെറ്റിപ്പോരുതേ, തൃശ്ശൂര് അയ്യങ്കാളി ഭവൻ. അപ്പം ഉന്നതി വിജ്ഞാൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും പഞ്ചമി എന്ന് പറയുന്നത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ പ്രൈഡും മാരിവില്ലും. പ്രൈഡും മാരിവില്ലും ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് വേണ്ടിയുള്ളതാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരുടെ നോളജ് ഇക്കോണമി മിഷൻ നൽകുന്ന തൊഴിലവസര പദ്ധതി പ്രൈഡും, ഇത് യുവജനക്ഷേമം ബോർഡ് നൽകുന്ന പദ്ധതി മാരിവില്ല് പദ്ധതി എന്ന് പറയും. മഴവില്ല് നമുക്ക് ചിന്തിക്കാം, മാരിവില്ലും പ്രൈഡും ഓക്കെ ആർക്കാണ്? ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർ. ഇനി സാഗർമാലയും തൊഴിൽ തീരവും ഉണ്ട്, അതും തൊഴിലവസര പദ്ധതിയാണ്. സാഗർമാല തീരദേശവാസികളായ യുവതി യുവാക്കൾക്ക് ഇത് തൊഴിൽ തീരം മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ അന്വേഷകർക്ക്. തീരദേശവാസികൾ എന്നൊക്കെ സാഗർമാലയും മത്സ്യത്തൊഴിലാളികളിൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് കൊടുക്കുന്ന പദ്ധതി ഏതാണ്? തൊഴിൽ തീരം പദ്ധതി. ഒരെണ്ണം കൂടെ അടിച്ചോ, എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം 2.0. കേരളത്തിലെ യുവാക്കൾക്ക് വിജ്ഞാന തൊഴിൽ രംഗത്ത് അവസരം നൽകുന്നത്. കേരളത്തിലെ യുവാക്കൾക്ക് എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം 2.0. അടുത്ത ലാസ്റ്റ് നവശക്തി പദ്ധതി. അതായത് ആധുനിക യന്ത്രോപകരണങ്ങൾ ഉപയോഗിച്ച് കയറ്റിറക്ക്
ജോലികൾ ചെയ്യാൻ ചുമട്ടുതൊഴിലാളികളെ പ്രാപ്തരാക്കുന്ന പദ്ധതിയാണ് നവശക്തി പദ്ധതി. ആധുനിക യന്ത്രോപകരണങ്ങൾ ഉപയോഗിച്ച് കയറ്റിറക്ക് ജോലികൾ ചെയ്യാൻ ചുമട്ടുതൊഴിലാളികളെ പ്രാപ്തരാക്കുന്ന പദ്ധതി ഏതാണ്? നവശക്തി പദ്ധതി. അപ്പൊ ഏതൊക്കെ തൊഴിൽ പദ്ധതികൾ നമ്മൾ പഠിച്ചു? ശരണ്യ, കൈവല്യ, നവജീവൻ പഠിച്ചില്ലേ? നവജീവൻ, ഉന്നതി വിജ്ഞാൻ, പഞ്ചമി, പ്രൈഡ്, മാരിവില്ല്, എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം, പിന്നെ നമ്മൾ പഠിച്ചത് നവശക്തി. ഇത്രയും പഠിച്ചു. ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. ഓരോരുത്തരും നിങ്ങൾ പറഞ്ഞാൽ മതി. ഏതൊക്കെയാണ്? ഒന്ന് ശരണ്യ. ആർക്കായിരുന്നു ശരണ്യ പദ്ധതി? ശരണ്യ പദ്ധതി വിധവകൾ, അവിവാഹിതരായ സ്ത്രീകൾ, 30 കഴിഞ്ഞ അവിവാഹിതർ, അല്ലെ, ഭർത്താവ് ഉപേക്ഷിച്ചവർ, ഇവർക്ക് നൽകുന്ന പദ്ധതി ഏതാണ്? ശരണ്യ. ആർക്കാ? കൈവല്യ പദ്ധതി ഭിന്നശേഷി വിഭാഗക്കാർക്ക് നൽകുന്നത് കൈവല്യ പദ്ധതി. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഉന്നതി വിജ്ഞാൻ പഠിച്ചു, അല്ലെ? ഉന്നതി വിജ്ഞാൻ. അതിനു മുമ്പ് നവജീവൻ പഠിച്ചു. നവജീവൻ ആർക്കായിരുന്നോ? നവജീവൻ പദ്ധതി 50 വയസ്സിനും 65 വയസ്സിനും മധ്യ പ്രായമുള്ളവർക്ക് തൊഴിലവസരം കൊടുക്കുന്നത് നവജീവൻ. പിന്നെ നമ്മൾ ഉന്നതി വിജ്ഞാൻ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉന്നതി വിജ്ഞാൻ. പിന്നെ പഞ്ചമി പഠിച്ചു, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് നൽകുന്നത് പഞ്ചമി. പിന്നെ പ്രൈഡും മാരിവില്ലും പഠിച്ചു, ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക്. സാഗർമാലയും തൊഴിൽ തീരവും പഠിച്ചു. സാഗർമാല ആർക്കായിരുന്നടെ? സാഗർമാല ആർക്കെന്ന് ചോദിച്ചാൽ മത്സ്യത്തൊഴിലാളികളുടെ, നമ്മുടെ സാഗർമാല ഏതെന്ന് ചോദിച്ചാൽ തീരദേശവാസികളിലെ തൊഴിലന്വേഷകർക്ക്. തൊഴിൽ തീരമോ? മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ തീരം. എൻ്റെ അഭിമാനം, എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം 2.0 ആർക്കായിരുന്നു? അത് കേരളത്തിലെ യുവാക്കൾക്ക് നൽകുന്നത്, അല്ലെ? പിന്നെ ലാസ്റ്റ് നവശക്തി, ചുമട്ട് തൊഴിലാളികൾക്ക് ആധുനിക യന്ത്രോപകരണങ്ങളെ കുറിച്ച് പഠിക്കുന്നത് ഏതാണ്? നവശക്തി. ഒന്നും കൂടെ ഒന്ന് റിവിഷൻ നടത്തി വെച്ചിരിക്കണേ. അടുത്ത നല്ലൊരു പോയിന്റിലേക്ക് പോവാം. അടുത്ത നല്ലൊരു പോയിന്റ്, കേരള കലാമണ്ഡലം നിലവിൽ വന്നതെന്നാണ്. കേരള കലാമണ്ഡലം ഇത് ഉറപ്പായിട്ട് വരാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. 1930 നവംബർ 9. പക്ഷെ അതിനു മുമ്പേ കേരള കലാമണ്ഡലം ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് വരുന്നുണ്ട് 1927. അപ്പൊ കേരള കലാമണ്ഡലം ചാരിറ്റബിൾ സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്തത് 1927-ലും കേരള കലാമണ്ഡലം നിലവിൽ വന്നത് 1930-ലുമാണ്. ഇതിന്റെ ആസ്ഥാനം തൃശ്ശൂർ ചെറുതുരുത്തിയിലെ വള്ളത്തോൾ നഗറിലെ നാട്യഗ്രഹ എന്നാണ് ആസ്ഥാനത്തിന് പറയുന്ന പേര്. അപ്പം ചെറുതുരുത്തിയിലെ വള്ളത്തോൾ നഗർ, വള്ളത്തോളിലെ നാട്യഗ്രഹയാണ് ആസ്ഥാനം എന്ന് പറയുന്നത്. വള്ളത്തോൾ നാരായണനും മണക്കുളം മുകുന്ദരാജയും ചേർന്നല്ലേ ഇതിന്റെ സ്ഥാപകർ. അപ്പൊ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോന്റെയും മണക്കുളം മുകുന്ദരാജയുടെ നേതൃത്വത്തിലാണ് കേരള കലാമണ്ഡലം വന്നത്. കേരള സർക്കാർ ഏറ്റെടുത്തത്, സ്റ്റേറ്റ്മെന്റ് വരാം. കേരള കലാമണ്ഡലത്തെ കേരള സർക്കാർ എടുത്തത് 1957. കേരള കലാമണ്ഡലത്തിന് ഡീംഡ് യൂണിവേഴ്സിറ്റി പദവി, കൽപ്പിത സർവകലാശാല പദവി കിട്ടിയത് 2007. UGCയുടെ എ കാറ്റഗറി പദവി കിട്ടിയത് 2010-ലാണ്. കേരള കലാമണ്ഡലത്തിൽ ഇപ്പോഴത്തെ നിലവിലെ ചാൻസലറുടെ പേര് പഠിച്ചു വെച്ചേരെ, മല്ലിക സാരാഭായി ആണ് ഇപ്പോഴത്തെ ചാൻസലർ. കേരള കലാമണ്ഡലം ഏത് നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴയുടെ തീരത്താണ് കേരള കലാമണ്ഡലം. ഭാരതപ്പുഴ ഒഴുകുന്ന 3 ജില്ലകൾ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ, അല്ലെ? ഭാരതപ്പുഴ ഏത് ജില്ലകളിലാണ്? പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. കേരള കലാമണ്ഡലം ഏത് നദിയുടെ തീരത്ത്? ഭാരതപ്പുഴയുടെ. ഭാരതപ്പുഴ തുടങ്ങുന്നത് എവിടെ നിന്നാ? തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്ന് തുടങ്ങി പൊന്നാനിക്കടുത്ത് വെച്ച് അറബിക്കടലിൽ പതിക്കും, അല്ലെ? തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും തുടങ്ങി പൊന്നാനിക്കടുത്ത് വെച്ച് എവിടെ പതിക്കൂടെ? പൊന്നാനിക്കടുത്ത് വെച്ച് അറബിക്കടലിലാണ് ഭാരതപ്പുഴ പതിക്കുന്നത്. ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഇതൊക്കെ ഏത് നദിയുടെ പോഷക നദിയാ? ഭാരതപ്പുഴയുടെ പോഷക നദിയാണ്. നീള പേരാർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാ. നീള പേരാർ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഭാരതപ്പുഴ. മലമ്പുഴ അണക്കെട്ട് ഏത് നദിയുടെ തീരത്ത്? ഭാരതപ്പുഴയുടെ തീരത്ത്. മാമാങ്കം നടന്നിരുന്നത് ഏത് നദിയുടെ തീരത്ത്? ഭാരതപ്പുഴയുടെ തീരത്ത് മാമാങ്കം നടന്നിരുന്നത്. അപ്പോൾ കേരള കലാമണ്ഡലം ഭാരതപ്പുഴയുടെ തീരത്താണ്. ഇനി നല്ലൊരു പോയിന്റ് ഉറപ്പായിട്ട് വരാൻ പറ്റിയ 5ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിൽ നിന്നെടുത്ത ഒരു പോയിന്റിലേക്കാണ്. ഇന്ത്യയുടെ അതിർത്തികളെ കുറിച്ചൊന്ന് പറയാൻ. ഇതിപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച നടന്ന പ്രിലിംസ് പരീക്ഷയ്ക്ക് ഇത് മാച്ച് ദ ഫോളോയിങ്, തെറ്റായത് ഏത് എന്ന് ചോദിച്ചു. ഇപ്പം നടന്ന പ്രിലിംസ് പരീക്ഷയിലൂടെ അതിൽ ചോദിച്ചു. തെക്ക് ശ്രീലങ്ക, വടക്ക് 3 രാജ്യങ്ങളുണ്ട്. ഇന്ത്യയുടെ വടക്ക് 3, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. ഇന്ത്യയുടെ വടക്ക് ഏതൊക്കെയാണ്? ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. വടക്ക് പടിഞ്ഞാറാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും, വടക്ക് കിഴക്കാണ് ബംഗ്ലാദേശും മ്യാൻമാറും. അപ്പൊ വടക്ക് പടിഞ്ഞാറ് ഏതാണ്? പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. വടക്ക് കിഴക്ക് ഏതാണ്? ബംഗ്ലാദേശും മ്യാൻമാർ. അപ്പം തെക്ക് ശ്രീലങ്ക, വടക്ക് ചൈനയും നേപ്പാളും ഭൂട്ടാനും, വടക്ക് പടിഞ്ഞാറ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും, വടക്ക് കിഴക്കാര ബംഗ്ലാദേശും മ്യാൻമാറുമാണ്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അതിർത്തികൾ, ഇതും സ്കൂൾ ടെസ്റ്റിൽ കിടക്കുന്നതാ. ഉപഭൂഖണ്ഡത്തിലെ അതിർത്തികൾ: വടക്ക് ഭാഗം ഹിമാലയം,
തെക്ക് ഭാഗം ഇന്ത്യൻ മഹാസമുദ്രം. വടക്ക് ഹിമാലയവും തെക്കേതാണ് ഇന്ത്യൻ മഹാസമുദ്രവും. വടക്ക് പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് മലനിരകൾ, സുലൈമാനി എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഹിന്ദുക്കുഷ് പർവ്വതനിര. വടക്ക് കിഴക്ക് പൂർവാചൽ. വടക്ക് തെക്ക് പടിഞ്ഞാറ് അറബിക്കടൽ. തെക്ക് കിഴക്കാണ് ബംഗാൾ ഉൾക്കടൽ. കണ്ടോ, തെക്ക് പടിഞ്ഞാറാണ് അറബിക്കടൽ കിടക്കേണ്ടത്, അല്ലാതെ തെക്ക് ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ മഹാസമുദ്രം ഇട്ടാൽ മതി. തെക്ക് പടിഞ്ഞാറ് അറബിക്കടലും തെക്ക് കിഴക്ക് ഏതാണ് ബംഗാൾ ഉൾക്കടലും. വടക്ക് പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് മലനിര, വടക്ക് കിഴക്ക് പൂർവാചൽ. നല്ലൊരു അതിർത്തിയാണ്, സ്കൂൾ ടെസ്റ്റിൽ പഠിച്ചു വെച്ചിരിക്കുക. ഇത് ഇത്രയും നോക്കുക. അപ്പൊ രാജ്യങ്ങൾ നമ്മൾ പഠിച്ച്, രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? രാജ്യങ്ങൾ പഠിച്ചത് തെക്ക് ശ്രീലങ്ക, വടക്ക് 3 പേര് ആരൊക്കെയാ? ചൈനയും നേപ്പാളും ഭൂട്ടാനും. ഇനി വടക്ക് പടിഞ്ഞാറാണ് നമ്മുടെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. വടക്ക് കിഴക്കോ ബംഗ്ലാദേശും മ്യാൻമാറും. ഇതാണ് പരീക്ഷയ്ക്ക് തെറ്റായത് ഏത് എന്ന് ചോദിച്ചായിരുന്നു. വടക്ക് കിഴക്ക് കിടക്കുന്നത് ബംഗ്ലാദേശും മ്യാൻമാറുമാണ്. അത് പഠിച്ചേ. ഇനി അടുത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈനയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാണ്? ചൈന. ഏറ്റവും ചെറിയ അയൽ രാജ്യം 2 രീതിയിൽ ചോദിക്കാം. മാലിദ്വീപും വരും. കര അതിർത്തി പങ്കിടുന്നതിൽ ഭൂട്ടാനാണ്. മാലിദ്വീപ് സമുദ്രാതിർത്തിയാണ്. എന്നാലും ഈ 2 എണ്ണത്തിൽ വെച്ച് മാലിദ്വീപ് തന്നെ. ഇപ്പം നിങ്ങളോട് ചോദിക്കുക ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏത്? മാലിദ്വീപ് എഴുതിയാൽ മതി. ഇനി എടുത്തു ചോദിക്കും കരാതിർത്തി പങ്കിടുന്നതിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ അയൽ രാജ്യം, അത് ഭൂട്ടാനാണ്. അതേതാണ്? ഭൂട്ടാൻ. ഇനി കര കൂടുതൽ, ഇന്ത്യയുമായി കര ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശിനും ഇന്ത്യയുമായി കര ഏറ്റവും കുറവ് അഫ്ഗാനിസ്ഥാൻകാർക്കാണ്. അപ്പൊ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നതിൽ വലുതാരാടെ? വലുത് ചൈന, ചെറുത് മാലിദ്വീപ്. കരയിൽ ചെറുത് ഭൂട്ടാൻ. ഇനി അതിർത്തികളിൽ കര കൂടുതൽ ഭാഗം ബംഗ്ലാദേശിനും കര കുറച്ച് അഫ്ഗാനിസ്ഥാനുമാണ് ഉള്ളത്. അതും നല്ലൊരു പോയിന്റാണ്. അടുത്ത, പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം രാജസ്ഥാൻകാര. പാകിസ്ഥാൻ, ഇതും ചോദിച്ചു വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. രാജസ്ഥാൻകാരാണ്. 3 വശവും ബംഗ്ലാദേശിന് ഉള്ളിൽ കിടക്കുന്നത് ത്രിപുരയാണ്. ത്രിപുര 3 വശവും, 3 തന്നെ ഓർക്കുക. 3 വശവും ബംഗ്ലാദേശിന് ഉള്ളിലേക്ക് കിടക്കുന്നത് ആരാണ്? ത്രിപുരയാണ്. 3 വശവും ബംഗ്ലാദേശിന് ഉള്ളിലേക്ക്. ഇനി ഇന്ത്യയുടെ അതിർത്തി രേഖകൾ ഒന്ന് പഠിച്ചേക്കണേ. അതിർത്തി രേഖകൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് ലൈൻ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ ഏതാ? റാഡ്ക്ലിഫ് ലൈൻ. ഇന്ത്യ ചൈന അതിർത്തി രേഖ മക്മോഹൻ രേഖ. ഇന്ത്യ ചൈന അതിർത്തി രേഖ മക്മോഹൻ രേഖ. ഇന്ത്യ ശ്രീലങ്കയ്ക്ക് 2 എണ്ണം പറയാടെ. പാക് കടലിടുക്കും പറയാം, ഗൾഫ് ഓഫ് മാന്നാറും പറയാം. ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖ ഏതാണ്? പാക് കടലിടുക്കും, ഗൾഫ് ഓഫ് മാന്നാറും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖ തീൻ ബേഗ കോറിഡോർ. ഇന്ത്യ ബംഗ്ലാദേശ് ഏതാ? തീൻ ബേഗ കോറിഡോർ. ഇന്ത്യ മാലിദ്വീപ് അതിർത്തി രേഖ 8 ഡിഗ്രി ചാനൽ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ് ലൈൻ, ഇന്ത്യ ചൈന മക്മോഹൻ, ഇന്ത്യ ശ്രീലങ്ക പാക് കടലിടുക്ക്, ഇന്ത്യ ബംഗ്ലാദേശ് തീൻ ബേഗ കോറിഡോർ, ഇന്ത്യ മാലിദ്വീപ് 8 ഡിഗ്രി ചാനൽ. ഇന്ത്യ അഫ്ഗാനിസ്ഥാനും വേണമെങ്കിൽ പറയാം. ഒരു ഡ്യൂറന്റ് രേഖ കേട്ടിട്ടുണ്ട് കേട്ടോ, ഡ്യൂറന്റ് രേഖ കേട്ടോ. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ കറക്റ്റ് പറയേണ്ടത്, പക്ഷെ ഒരു പരീക്ഷയ്ക്ക് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖ എന്ന് പറഞ്ഞപ്പോൾ ഡ്യൂറന്റ് രേഖ എന്ന് തന്നെയാണ് ഉത്തരം കൊടുത്തത്. അത് വേണമെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചേരാം. ഡ്യൂറന്റ് രേഖയാണ് അല്ലേ. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അപ്പോൾ ഇന്ന് അടുത്ത 3-ാം ഘട്ടം നമ്മൾ പഠിച്ചു അയൽ രാജ്യങ്ങൾ. നമ്മൾ 1-ാം ഘട്ടം ഏതായിരുന്നു പഠിച്ചേ? വാസ്കോഡ ഗാമയുടെ വരവിനെ കുറിച്ച് പഠിച്ചു. 2ാമതോ ഇന്ത്യയുടെ റെയിൽവേകളെ കുറിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് ചോദ്യം പഠിച്ചു. 3ാമത്തതോ തൊഴിൽ പദ്ധതികൾ പഠിച്ചു. 4ാമത്തത് അതിർത്തികളെ കുറിച്ച് പറഞ്ഞു. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യം LGS പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആരാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പിതാവ്? അത് റിപ്പൺ പ്രഭു ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പിതാവ് ആരാണ്? റിപ്പൺ പ്രഭു. 1882 ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നത്. 1888. അടുത്ത നമ്മൾ ഡൽഹൌസി പ്രഭുവിനെ പഠിച്ചു അല്ലേ. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് ഡൽഹൌസി പ്രഭു അല്ലേ. അപ്പോൾ ഇന്ത്യയുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവാരാണ്? പിതാവാരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട റിപ്പൺ പ്രഭു. ഏത് വർഷമാ? 1882 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നത്. ഇന്ത്യയുടെ ജനകീയ വൈസ്രോയി എന്ന് വിളിക്കുന്നത് റിപ്പൺ പ്രഭുവാണ്. ഇന്ത്യയുടെ ജനകീയ വൈസ്രോയി റിപ്പൺ. ആധുനിക നമ്മുടെ ഇപ്പോഴത്തെ സെൻസസ് എടുത്തില്ലേ, അപ്പൊ ഔദ്യോഗിക സെൻസസ് എടുത്ത വൈസ്രോയി ആരാ? റിപ്പൺ പ്രഭു. ഇൽബർട്ട് ബിൽ വിവാദത്തെ തുടർന്ന് രാജിവെച്ചതും റിപ്പൺ പ്രഭു. ഇൽബർട്ട് ബിൽ വിവാദത്തെ തുടർന്ന് രാജിവെച്ചതും ആരാണ്? റിപ്പൺ പ്രഭു. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പിതാവ് ബൽബന്ത് റായി മേത്തയാണ്. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പിതാവ് റിപ്പൺ പ്രഭു, പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പിതാവ് ആരാണ്? ബൽബന്ത് റായി മേത്ത. ആരാ പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായിട്ട് കൊണ്ടുവന്നത്? നമ്മുടെ ജവഹർലാൽ നെഹ്റു. പഞ്ചായത്ത് രാജിന്റെ പിതാവ് ബൽബന്ത് റായി മേത്തയാണ്.
ശരിയാണെങ്കിലും പഞ്ചായത്ത് രാജ് എന്ന പദം വെൽബന്തറായി മേത്തയല്ല, അത് ജവഹർലാൽ നെഹ്റു. ഗ്രാമസ്വരാജ് എന്ന ആശയവും ഗ്രാമസ്വരാജ് എന്ന പദവും ഒക്കെ കൊണ്ടുവന്നത് ഗാന്ധിജിയാണ്. ഗ്രാമസ്വരാജ് എന്ന ആശയവും ഗ്രാമസ്വരാജ് എന്ന പദവും കൊണ്ടുവന്നത് ആരാടെ? ഗാന്ധിജിയാണ്. ഭരണഘടനയിൽ പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 40 നിർദ്ദേശക തത്വം. നേരത്തെ ഞാൻ പറഞ്ഞു അല്ലെ, ആർട്ടിക്കിൾ 40 ഏതാണ്? പഞ്ചായത്ത്. 44 പഠിച്ചായിരുന്നല്ലോ, ഏകീകൃത സിവിൽ കോഡ്. 44 ഏതായിരുന്നു? ഏകീകൃത സിവിൽ കോഡ്. 45 എന്താ? 45 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവും സംരക്ഷണവും. 6 വയസ്സിൽ മുകളിലാണെങ്കിൽ നമുക്ക് 21A പറഞ്ഞൂടെ? 6നും 14 വയസ്സിനും ഇടയിലുള്ള വിദ്യാഭ്യാസം 21A എന്നല്ലേ? 6ൽ താഴെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം വേണ്ടേ? അത് ആർട്ടിക്കിൾ 45 ആണ്. എന്താണ് 46? 46 ഈ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്കാരുടെ വിദ്യാഭ്യാസവും അവരുടെ സംരക്ഷണവും. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്കാരുടെ വിദ്യാഭ്യാസവും സംരക്ഷണവും എത്രയാണ്? 46. എന്താ 47? മദ്യനിരോധനം അല്ലെ? മദ്യനിരോധനം, ലഹരി പദാർത്ഥങ്ങൾ ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതി വെച്ചിരിക്കുന്നത് 47. മദ്യനിരോധനം 47. 48 എന്താണ്? 48 കൃഷി മൃഗസംരക്ഷണം. കൃഷിയും മൃഗസംരക്ഷണവും 48 ആണ്. 48A എന്താണ്? 48A അതും പരിസ്ഥിതി സംരക്ഷണം. 48 എന്ന് ചോദിച്ചാൽ കൃഷി മൃഗസംരക്ഷണം ഗോവധം ഇതൊക്കെ 48 പറഞ്ഞു. പക്ഷെ 48A എന്താ? പരിസ്ഥിതി സംരക്ഷണം. 48A എന്താണ്? പരിസ്ഥിതി സംരക്ഷണം. 49 എന്താണ്? അത് ചരിത്ര സ്മാരകങ്ങളെല്ലാം സംരക്ഷിക്കൽ. ഇന്ത്യയിലെ ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കൽ 49. 50 ആണ് നീതിന്യായ വിഭാഗത്തിൽ നിന്ന് കാര്യനിർവഹണ വിഭാഗത്തെ വേർതിരിക്കുന്നത് 50. 51 അന്താരാഷ്ട്ര സമാധാനമാണ്. 51 എന്താണ്? അന്താരാഷ്ട്ര സമാധാനം. 51A എന്താണ്? 51A മൗലിക കർത്തവ്യങ്ങൾ. 51A എന്താണ്? മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ടോപ്പിക്ക്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് തിരിച്ചു വരാം. അപ്പം ആർട്ടിക്കിൾ 40 ആണ് പഞ്ചായത്തുകളെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭേദഗതി 92-ലെ 73, നഗരപാലികയെ കുറിച്ച് പറയുന്നത് 74. അപ്പൊ 73ഉം 74 ഇമ്പോർട്ടന്റ് ആണ്. പഞ്ചായത്ത് രാജ് 73 ആണെങ്കിൽ നഗരപാലിക എത്രയാണ്? 74. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിലവിൽ വന്ന ഡേറ്റ് കണ്ടോ? 1993 ഏപ്രിൽ 24. അതുകൊണ്ട് എല്ലാ വർഷവും ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ദിനമാണ്. അപ്പൊ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് വന്നതെന്നാണ് 1993 ഏപ്രിൽ 24. അതുകൊണ്ട് ഏപ്രിൽ 24 ഏത് ദിനം? പഞ്ചായത്ത് രാജ് ദിനം. ഏപ്രിൽ 21 സിവിൽ സർവീസ് ദിനമാണ്. സിവിൽ സർവീസ് ദിനം എന്ന ഏപ്രിൽ 21. ഏപ്രിൽ 22 ആണ് ഭൗമദിനം, എർത്ത് ഡേ. ഭൗമദിനം. ഏപ്രിൽ 23 ചോദിക്കൂടെ? പുസ്തക ദിനം. ഷേക്സ്പിയറുടെ ചരമദിനം അല്ലയോടെ പുസ്തക ദിനമായിട്ട് പറയുന്നത്? ഷേക്സ്പിയറുടെ ചരമദിനമാണ് പുസ്തക ദിനം. അപ്പൊ ഏപ്രിൽ 21 സിവിൽ സർവീസ് ദിനം, ഏപ്രിൽ 22 ഭൗമദിനം, ഏപ്രിൽ 23 പുസ്തക ദിനം, ഏപ്രിൽ 24 നിങ്ങൾ ഇപ്പൊ പഠിച്ചു പഞ്ചായത്ത് രാജ് ദിനം. ഒരെണ്ണം കൂടെ പഠിച്ചോ? ഏപ്രിൽ 25 മലേറിയ ദിനം. ഏപ്രിൽ 25 ഏത് ദിനമാണ്? മലേറിയ ദിനം. ഏപ്രിൽ 17 ഇമ്പോർട്ടന്റ് ആണ്, ഹീമോഫീലിയ ദിനം. ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 ആണ്. അപ്പൊ ഏപ്രിൽ 23 ആണ് പുസ്തക ദിനം. ആരുടെ ചരമദിനമാണ്? പുസ്തക ദിനം. നമ്മുടെ ഷേക്സ്പിയറുടെ ചരമദിനമാണ്. ഷേക്സ്പിയർ എത്ര നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്? ഷേക്സ്പിയർ മൊത്തം 37 നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഷേക്സ്പിയർ മൊത്തം 37 നാടകം. ഏറ്റവും അവസാനത്തെ നാടകത്തിന്റെ പേര് ദ ടെമ്പസ്റ്റ് എന്നാണ്. ഷേക്സ്പിയറുടെ അവസാനത്തെ നാടകം ഏതാണ്? ദ ടെമ്പസ്റ്റ് എന്നാണ്. കോർഡീലിയ, ടെസ്റ്റിമോണ, മാക്ബത്ത്, ഓതല്ലോ ഇതെല്ലാം നമ്മൾ കേട്ടിട്ടില്ലേ? ആസ് യു ലൈക്ക് ഇറ്റ് ഇതെല്ലാം ഷേക്സ്പിയറുടെയാണ്. അപ്പൊ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ് ഏപ്രിൽ 24. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് വന്നത് 1993 ഏപ്രിൽ. ഒരു പഞ്ചായത്ത് രാജ് വ്യവസ്ഥയുടെ അടിസ്ഥാനം ഗ്രാമപഞ്ചായത്ത് ആയിരിക്കത്തില്ലേ? പഞ്ചായത്ത് രാജ് വ്യവസ്ഥയുടെ അടിസ്ഥാനം മൂന്ന് പഞ്ചായത്തുണ്ട്. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. അടിസ്ഥാനം ഗ്രാമപഞ്ചായത്താ അല്ലെ? ഒരു ഗ്രാമസഭയുടെ കൺവീനർ എപ്പോഴും ആരായിരിക്കും? ഇവിടെ ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നതും അതിന്റെ കൺവീനറും വാർഡ് മെമ്പർ ആയിരിക്കും. പക്ഷെ ഗ്രാമസഭയുടെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമസഭയുടെ സെക്രട്ടറി ആരായിരിക്കും? പഞ്ചായത്ത് സെക്രട്ടറിയും ആയിരിക്കും. അധ്യക്ഷൻ എപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമസഭയുടെ സെക്രട്ടറി ആരാണ്? പഞ്ചായത്ത് സെക്രട്ടറി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് എത്ര വർഷം കൂടുമ്പോഴാ? 5 വർഷം കൂടുമ്പോഴാണ് അല്ലെ? ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ചെറിയ നഗരങ്ങളിൽ ഭരണം പഞ്ചായത്ത് എന്നല്ല പറയേണ്ട, മുനിസിപ്പാലിറ്റി. അതിന്റെ തലവൻ ചെയർമാൻ ഓർ ചെയർപേഴ്സണും വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന മെമ്പർമാരെ കൗൺസിലർമാരെന്നാണ് നമ്മൾ അവിടെ അറിയപ്പെടുന്നത്. ജനസംഖ്യ കൂടിയ വലിയ നഗരപ്രദേശങ്ങളിൽ കോർപ്പറേഷന്റെ തലവനെ നമ്മൾ എന്താ വിളിക്കുന്നത്? മേയർ എന്നാണ് കോർപ്പറേഷന്റെ തലവനെ വിളിക്കുന്നത്. കുഴപ്പമില്ലല്ലോ. അപ്പൊ തദ്ദേശ സ്വയംഭരണത്തിലെ ഒരു ബേസിക് ക്വസ്റ്റ്യനുകളെല്ലാം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇത്രയും ഓർത്ത് വെച്ചിരിക്കണേ. ഇനി നമുക്കൊരു ഇച്ചിരി സയൻസ് പഠിച്ചാലോ? കെമിസ്ട്രിയിൽ കുറച്ച്
കുറച്ച് വ്യത്യസ്തതയുള്ളത് ഞാൻ എഴുതി കൊണ്ടുവന്നിരിക്കുക. അതൊക്കെ പഠിക്കുവാണേ. വ്യത്യസ്തത. സ്പിരിറ്റും ഈഥൈൽ ആൽക്കഹോളും മീഥൈൽ ആൽക്കഹോളും രണ്ടെണ്ണം എഴുതിയിരിക്കുന്നുണ്ട്. ഈഥൈൽ ആൽക്കഹോളും മീഥൈൽ ആൽക്കഹോളും ഇങ്ങനെയാണ് എഴുതേണ്ടത്. മീഥൈൽ ആൽക്കഹോളും ഇതിലെങ്ങനെയാണ്? സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഈഥൈൽ ആൽക്കഹോൾ പറഞ്ഞാൽ മതി. പക്ഷെ ഇത് കഴിച്ച് മദ്യദുരന്തം ഉണ്ടാവത്തില്ല ഇവിടെ. അത് മീഥൈൽ ആൽക്കഹോളാ. മായ്ക്ക് തന്നെ കൊടുക്കുക. അപ്പൊ സ്പിരിറ്റ് ഏതാണ്? സ്പിരിറ്റ് ഈഥൈൽ ആൽക്കഹോള്. മീഥൈൽ ആൽക്കഹോൾ ഏതാണ്? അത് മദ്യദുരന്തത്തിന് കാരണമാണ്. ഓക്കെ, ഇനി അപ്പക്കാരോ അലക്കുകാരോ ഇല്ലേ? ചെറിയൊരു വാക്ക് വ്യത്യാസമുള്ളത്. അപ്പക്കാരോ അലക്കുകാരോ ഉണ്ട്. വാഷിങ്ങും ഉണ്ട്. അപ്പൊ അലക്കുകാരോ നമുക്കുണ്ട്. അപ്പൊ അതൊന്ന് നോക്കാം. അപ്പക്കാരത്തിനാണ് സോഡിയം കാർബണേറ്റ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അലക്കുകാരത്തെ സോഡിയം ബൈകാർബണേറ്റ്. ബൈക്കല്ല, ബൈകാർബണേറ്റ്. അപ്പൊ അപ്പക്കാരോ അലക്കുകാരം കണ്ടോ? അലക്കുകാരം സോഡിയം കാർബണേറ്റ്, അപ്പക്കാരം ഏതാണ്? സോഡിയം ബൈകാർബണേറ്റ്. അപ്പം തിന്നപ്പം ബൈ പറഞ്ഞുകൊണ്ടിരുന്ന് തിന്നു എന്ന് ഓർത്താൽ മതി. അലക്കും അപ്പവും. ചുണ്ണാമ്പ് കല്ലും ചുണ്ണാമ്പ് വെള്ളവും കണ്ടോ? ചുണ്ണാമ്പ് കല്ല് കാൽസ്യം കാർബണേറ്റ് ആണെങ്കിൽ ചുണ്ണാമ്പ് വെള്ളം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. വെള്ളം കണ്ടോ? ഹൈഡ്രോക്സൈഡ്, ഓക്സിജനും ഹൈഡ്രജനും വരണം. അപ്പൊ ചുണ്ണാമ്പ് കല്ല് കാൽസ്യം കാർബണേറ്റ്, ചുണ്ണാമ്പ് വെള്ളം ഏതാണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അടുത്തൊക്കെ എലിവിഷം എന്ത്? സിങ്ക് ഫോസ്ഫൈഡ്. ഫോസ്ഫേറ്റ് അല്ല, സിങ്ക് ഫോസ്ഫൈഡ് ആണ് എലിവിഷം. പാറ്റാ ഗുളിക നാഫ്തലിനാണ്. പാറ്റാ ഗുളിക ഏതാണ്? നാഫ്തലിനാണ് പാറ്റാ ഗുളിക എന്ന് പറയുന്നത്. രാസസൂര്യൻ ഏതാണ്? രാസസൂര്യൻ മഗ്നീഷ്യം. രാസസൂര്യം ഏതാണ്? മഗ്നീഷ്യം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നല്ലൊരു GK പോയിന്റ്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോകം ഏതെന്ന് ചോദിച്ചിട്ടില്ലേ? ഹരിതകം, ക്ലോറോഫിൽ അടങ്ങിയിരിക്കുന്ന ലോകം മഗ്നീഷ്യം അല്ലേ? രാസസൂര്യൻ മഗ്നീഷ്യം. രാസവസ്തുക്കളുടെ രാജാവ് സൾഫ്യൂരിക് ആസിഡ് അല്ലേ? രാസവസ്തുക്കളുടെ രാജാവ് ആരാണ്? സൾഫ്യൂരിക് ആസിഡ്. ലിറ്റിൽ സിൽവറും ക്യുക്ക് സിൽവറും ഉണ്ട്. ലിറ്റിൽ സിൽവറും ക്യുക്ക് സിൽവറും ഉണ്ട്. ലിറ്റിൽ സിൽവർ പ്ലാറ്റിനം ആണെങ്കിൽ ക്യുക്ക് സിൽവർ മെർക്കുറിയാണ്. ലിറ്റിൽ സിൽവർ പ്ലാറ്റിനം ആണെങ്കിൽ ക്യുക്ക് സിൽവർ ഏതാണ്? മെർക്കുറിയാണ്. അതുപോലെ ബ്ലൂ വിഡ്രിയോൾ, വൈറ്റ് വിഡ്രിയോൾ, ഗ്രീൻ വിഡ്രിയോൾ. ബ്ലൂ വിഡ്രിയോൾ കോപ്പർ സൾഫേറ്റ്. നമ്മളെ തുരിശു എന്ന് വിളിക്കത്തില്ലേ? ബ്ലൂ വിഡ്രിയോൾ കോപ്പർ സൾഫേറ്റ്. വൈറ്റ് വിഡ്രിയോൾ സിങ്ക് സൾഫേറ്റ്. ഗ്രീൻ വിഡ്രിയോൾ ഫെറസ് സൾഫേറ്റ്. അപ്പൊ വൈറ്റ് സിങ്ക്, ഗ്രീൻ ഫെറസ്, ബ്ലൂ കോപ്പർ സൾഫേറ്റ്. സാർവിക ലായകം ജലമാണെങ്കിൽ രാജകീയ ദ്രാവകം അക്വാറീജിയ. രാജകീയ ദ്രാവകം ഏതാണ്? അക്വാറീജിയ. വെരി ഇമ്പോർട്ടൻറ്റ്. ഈ അക്വാറീജിയയുടെ മിശ്രിതങ്ങൾ എന്തൊക്കെയെന്ന് ചോദിക്കും. ഈ അക്വാറീജിയ എന്തൊക്കെ ചേരുന്നതാണ്? ഏതൊക്കെയാണെന്നറിയാമോ? നൈട്രിക് ആസിഡിന്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും മിശ്രിതമാണ്. നൈട്രിക് ആസിഡിന്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും മിശ്രിതമാണ് അക്വാറീജിയ. 1:3. നൈട്രിക് ആസിഡ് 1ഉം ഹൈഡ്രോക്ലോറിക് ആസിഡ് 3ഉമാണ്. അപ്പൊ നൈട്രിക് ആസിഡിന്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും മിശ്രിതവും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 1:3. അപ്പം അക്വാറീജിയ രാജകീയ ദ്രാവകം എന്ന് വിളിക്കുന്നു. നൈട്രിക് ആസിഡിന്റെയും ഹൈഡ്രോക്ലോറിക്, സ്വർണം ലയിക്കുന്ന ലായകമല്ലേ അക്വാറീജിയ? സ്വർണവും പ്ലാറ്റിനും ഒക്കെ അക്വാറീജിയയിലാണ് കേട്ടോ. ഈ ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലേ? ആണ്. ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് അല്ലേ? അതുപോലെ വായുവിൽ പുകയുന്ന ആസിഡ് നൈട്രിക് ആസിഡ്. വായുവിൽ പുകയുന്ന ആസിഡ് ഏതാണ്? നൈട്രിക് ആസിഡ്. ഹൈഡ്രജൻ എന്ന വാക്കിനർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്സിജൻ എന്ന വാക്കിനർത്ഥം ആസിഡ് ഉണ്ടാക്കുന്നു. ഹൈഡ്രജൻ എന്ന വാക്കിനർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്സിജൻ എന്ന വാക്കിനർത്ഥം എന്താണ്? ആസിഡ് ഉണ്ടാക്കുന്നു. ഇനി കുറച്ച് ലോകസങ്കരങ്ങൾ ഇമ്പോർട്ടന്റ്. ഇത് പഠിച്ചിട്ടേ കയറാവേ. വിമാനങ്ങളുടെ പുറംഭാഗം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഡുറാലുമിൻ. വിമാനങ്ങളുടെ പുറംഭാഗം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഡുറാലുമിൻ. പെൻഡുലം ക്ലോക്കിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോകസങ്കരം ഇൻവാർ. ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് നിക്രോം. പെൻഡുലം ക്ലോക്ക് നിർമ്മിക്കാൻ ഇൻവാർ. ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഏതാണ്? നിക്രോം. കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ അൽനിക്കോ. കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകസങ്കരം ഏതാണ്? അൽനിക്കോ. ഓസ്കാർ ശില്പങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ബ്രിട്ടാനിയം. അപ്പൊ വിമാനങ്ങളുടെ പുറംഭാഗം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഡുറാലുമിനാണ്. പെൻഡുലം ക്ലോക്കിന്റെ നിർമ്മാണത്തിന് ഇൻവാർ ആണ്. ഹീറ്റിംഗ് കോയിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് നിക്രോമാണ്. കൃത്രിമ കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് അൽനിക്കോയാണ്. ഓസ്കാർ ശില്പങ്ങൾ ഉപയോഗിക്കുന്നത് ബ്രിട്ടാനിയമാണ്. മെർക്കുറി ലോകസങ്കരങ്ങളെ അമാൽഗങ്ങൾ എന്ന് വിളിക്കുന്നത്. മെർക്കുറിയുടെ ലോകസങ്കരം. ഓടും പിച്ചളയും കണ്ടിട്ടില്ലേ? ഓടും പിച്ചളയും. ഓട് എന്ന് പറഞ്ഞാൽ ടിന്നും കോപ്പറും ചേരുന്നതാണ്. പിച്ചള എന്ന് പറഞ്ഞാൽ കോപ്പറും സിങ്കും തരുന്നത്. പണ്ട് ഓരോരുത്തർ ഇങ്ങനെ ഒരു കോഡൊക്കെ ഉണ്ടാക്കി പഠിച്ചിട്ടുണ്ട്. ഓഡിക്കോ പിക്കോസി. ഇത് പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിക്കും. ഇല്ല, ഇതിലെ ഘടകങ്ങൾ ഏതൊക്കെ? ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതിയുടെ. ഓഡിക്കോ പിക്കോസി. ഓട് എന്ന് പറയുന്നത് ടിന്നും കോപ്പറും. പിച്ചള എന്ന് പറയുന്നത് കോപ്പറും സിങ്കുമാണ്.
പിച്ചള എന്ന് പറയുന്നത് കോപ്പറും സിങ്കുമാണ്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അതുപോലെ ഇതാണ് സയൻസിൽ ഏകദേശം. അപ്പൊ രാസസൂര്യ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നും കൂടെ ഒന്ന് നമുക്കൊന്ന് പഠിച്ചു വെക്കാം. ഒത്തിരി നല്ല ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു തന്നു അല്ലേ. സയൻസുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, തദ്ദേശ സ്വയംഭരണം പഠിച്ചു, റെയിൽവേയുടെ പഠിച്ചു, തൊഴിൽ പദ്ധതികൾ പഠിച്ചു, വാസ്കോഡ ഗാമയുടെ വരവ് പഠിച്ചു. ഒരു 5 മിനിറ്റ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാം കൂടെ ഒന്ന്, ഒത്തിരി നേരം ആയെന്ന് തോന്നുന്നു അല്ലേ. എന്നാലും ഒന്ന് റിവിഷൻ, പഠിച്ചവർക്ക് എൻ്റെ കൂടെ ഒന്ന് റിവിഷൻ നടത്തട്ടെ. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എന്നാണ് പുസ്തക ദിനം എന്ന ഏപ്രിൽ 23 പുസ്തക ദിനം. പുസ്തക ദിനം പഞ്ചായത്ത് രാജ് 73 ഭേദഗതിയാണെങ്കിൽ നഗരപാലിക ബില്ല് എത്രയുടെ 74 നഗരപാലിക. ഏകീകൃത സിവിൽ കോഡ് വന്ന ആദ്യ സംസ്ഥാനം ഗോവയാണ് അല്ലേ. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത്. വാസ്കോഡ ഗാമ 1498 മെയ് മാസം 20 വന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന നാവികൻ അൽവാരോ ഹെൽഹോബ് അല്ലേ. അദ്ദേഹം വന്ന കപ്പലിന്റെ പേര് സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലിലാണ് അദ്ദേഹം വരുന്നത്. ഏത് രാജാവിന്റെ ഉപദേശപ്രകാരം? മാനുവൽ ഒന്നാമന്റെ ഉപദേശപ്രകാരം എന്ന്. അദ്ദേഹം 3 പ്രാവശ്യമല്ലേ വന്നത്. 1498 വന്നു, 1502 വന്നു, വൈസ്രോയി ആയി വന്നത് 1524. ഇന്ത്യയുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പിതാവാര? റിപ്പൺ പ്രഭു. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവാര? ഡൽഹൌസി പ്രഭു. റെയിൽവേയുടെ ആസ്ഥാനം എവിടെ? ബറോഡ ഹൗസ്. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ലോഗോ എന്താ? ഓടുന്ന ചീറ്റയാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. സദേൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെ? ചെന്നൈയിലാണ് സദേൺ റെയിൽവേ. ഇന്ത്യയിൽ റെയിൽവേ വന്നത് 1853 ആണെങ്കിൽ, കേരളത്തിൽ 1861 ആണെങ്കിൽ, തിരുവിതാംകൂറിൽ 1904 തിരുവിതാംകൂറിൽ. ഭാരതപ്പുഴ എത്ര ജില്ലകളിലൂടെ ഒഴുകുന്നു? 3 ജില്ലകൾ, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂര്. മാമാങ്കം നടന്നിരുന്നത് ഭാരതപ്പുഴയുടെ തീരത്ത്. അതുപോലെ മലമ്പുഴ അണക്കെട്ട് ഭാരതപ്പുഴയിൽ. ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, തൂതപ്പുഴയൊക്കെ ഭാരതപ്പുഴയുടെ പോഷക നദികൾ. നിള പേരാർ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് പൊന്നാനിക്കടുത്ത് വെച്ച് അറബിക്കടലിലാണ് പതിക്കുന്നത്. ഏതാ? ഭാരതപ്പുഴ പതി. കേരള കലാമണ്ഡലം എന്ന് വന്നു 1927 സൊസൈറ്റി ആയിട്ട് വന്നു. 30 കേരള കലാമണ്ഡലമാവുന്നു. 57 കേരള സർക്കാർ ഏറ്റെടുക്കുന്നു. 2007 കൽപ്പിത സർവകലാശാല പദവി. 2010 UGCയുടെ എ കാറ്റഗറി പദവി. ഇപ്പോഴത്തെ നിലവിലെ ചെയർമാൻ ആരാ? കേരള കലാമണ്ഡലത്തിന്റെ ചെയർമാൻ മല്ലിക സാരാഭായ്. ശരണ്യ പദ്ധതി ആർക്കാ? അവിവാഹിതരായ സ്ത്രീകൾ, വിധവകൾ അല്ലെ. കൈവല്യ പദ്ധതി ഭിന്നശേഷിക്കാർക്ക്. പ്രൈഡും മാരിവില്ലും ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക്. നമ്മുടെ ഉന്നതി വിജ്ഞാൻ പട്ടികജാതി പട്ടികവർഗക്കാർക്ക്. പഞ്ചമിയോ പട്ടികജാതിക്കാർക്ക്. തീരദേശ തൊഴിലാളികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും സാഗർമാലയും തൊഴിൽ തീരവും. 50 to 65 വയസ്സിൽ മുതിർന്ന പൗരന്മാർക്ക് ഏതാ? നവജീവൻ പദ്ധതി. നവജീവൻ പദ്ധതി ഒരുവിധമൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഒത്തിരി നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ റിവിഷൻ ആണ്. ഇടവിട്ട് എപ്പോഴെങ്കിലും ഒക്കെ ഫ്രീ കിട്ടുന്ന സമയത്ത് മാക്സിമം കേൾക്കണേ. എന്തായാലും പ്രയോജനപ്പെടുന്ന കുറേ നല്ല കാര്യങ്ങളുമായിട്ടായിരിക്കും വരുന്നത്. അപ്പം നിങ്ങൾ ചിലപ്പം കുറേ പഠിക്കുന്നുണ്ടായിരിക്കും. എന്നാലും നിങ്ങൾക്ക് എപ്പോൾ ഫ്രീ കിട്ടുന്നോ ആ സമയത്ത് നിങ്ങളിങ്ങനെ ഒന്നുകിൽ കിടക്കുന്നതിന് മുമ്പ് ഒരു കുറച്ച് നേരം, അല്ലെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ വെളിയിൽ സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോൾ കുറച്ച് നേരം അങ്ങനെയൊക്കെ ചെയ്യുക. കിട്ടൂടെ? ജോലി കിട്ടുക. എവിടെ പോകാനാ? ഒന്നും പോകാനില്ല. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പതറാതെ പിടിച്ചു നിർത്തിയാൽ മതി. നിങ്ങളുടെ മനസ്സ് ഇടവിട്ട് പതറിപ്പോകും. കാരണം മനുഷ്യനല്ലേ, എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളും കാര്യങ്ങളും വിഷമങ്ങളും ഒക്കെ വരുമ്പോൾ അങ്ങ് ആ ഒരു കണ്ടിന്യൂഷൻ ഇല്ലാതെ അത് വരാതിരിക്കുക. തുടർച്ചയുണ്ടോ രക്ഷപ്പെട്ടിരിക്കും. ഇത് ഗ്യാപ്പ് ഇടുമ്പോഴാണ് വീണ്ടും ഗ്യാപ്പ് വന്ന് പിന്നെയും തുടങ്ങി. അതുകൊണ്ട് തുടർച്ചയായിട്ട് ഒരു വാശിയോടുകൂടി എനിക്ക് ആർക്ക് വേണ്ടി എന്നൊരു ചോദ്യം മതി. ഒന്നുകിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും, അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക്. ഇതിനു വേണ്ടി ഒത്തിരി നാളുകൊണ്ടേ ശ്രമിക്കുന്നില്ല. ഇനി വരുന്ന പരീക്ഷകൾ നേട്. ഞങ്ങളൊക്കെ പറഞ്ഞു പോയടേ. ഇനി ഞങ്ങളൊക്കെ എന്താ? ഞങ്ങളൊക്കെ ഒരു പിന്നിൽ നിന്ന് തള്ളിവിടാൻ മാത്രമേ ഉള്ളൂ. നിങ്ങളാണ് എല്ലാ ലോകവും. നിങ്ങളുടെ ആ ലോകത്തിലേക്ക് പോകാൻ കുറച്ച് നാൾ കഷ്ടപ്പെട്ട ജീവിതം മൊത്തം രക്ഷപ്പെടുന്നത് ഞങ്ങളൊക്കെ കണ്ടോ. പഠിച്ച് കഷ്ടപ്പെട്ട് ഗവൺമെൻറ് ജോലി നേടി സന്തോഷത്തോടെ നിൽക്കുന്നില്ലേ? അതേപോലെ അടുത്ത പ്രാവശ്യം നിങ്ങൾ നിൽക്കണ്ടേ? നിങ്ങൾ നിൽക്കണം. വേറെ ഒന്നുമില്ല. 100 അല്ലടേ കട്ട് ഓഫ്. അത് മാത്രം ചിന്ത. മറ്റുള്ളവരെ താരതമ്യം ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് വാശിയോടുകൂടി ഓരോ ദിവസവും അറിഞ്ഞുകൂടാത്ത ടോപ്പിക്കിന് കുറച്ച് കൂടുതൽ സമയം ചെലവഴിച്ച് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഭാഗങ്ങൾ കൂടുതൽ സമയം എടുത്ത് പഠിക്കുക കേട്ടോ. ഇപ്പോഴൊക്കെ രാവിലെയൊക്കെ ഒന്ന് എണീരെ. ഇൻസ്റ്റഗ്രാമൊക്കെ ഒന്ന് കുറയ്ക്കണേ. ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ യൂട്യൂബ് റീൽസ് ഇതൊക്കെ കുറച്ച് ജീവിതത്തിൽ അത് കഴിഞ്ഞൊന്ന് സേഫായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ പോയിക്കോ. യാത്രകൾ പോവാം. ഇതല്ല. ഇതിപ്പം പരീക്ഷ വിളിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് നിങ്ങളുടെ അവസരം. പഠിക്കണേ. ഓക്കെ, ഒത്തിരി സന്തോഷത്തോടെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.